പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അനിൽ. ഞാൻ ചീത്ത പറയും, കാരണം എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ ഞാൻ തെറി കൊണ്ടും എന്റെ ഹാൻഡ് കൊണ്ടും ഒക്കെ ഞാൻ പ്രതികരിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. മെട്രോ പിടിക്കാൻ വേണ്ടി വേർത്തും കുളിച്ചൊരു ബാഗ് പിടിച്ച് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് തിങ്കൾ മലയല്ലേ അല്ല, ബിക്കോസ് ദാറ്റ്സ് ദ ഐഡന്റിറ്റി ഐ ഗോട്ട് ഫ്രം മലയാളി. ഈ ഒരു കമ്മ്യൂണിറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ But I'll tell you something, I agree and disagree with that. ഫിക്സ് ചെയ്ത് വിട്ടിരിക്കുന്ന ടീം ഒരു ഐഡിയോളജി വെക്കുന്നുണ്ട്. അതായത് ഇവിടെ കമ്മ്യൂണിറ്റികൾ വേണ്ട, കാരണം ഇത് എനിക്കറിയാം. We spoke about lesbian and gay with Rahul Ishwar, GS Pradeep, Neena Kurup. ഇവരെല്ലാരും അവിടെ ഇരിക്കുക. ഇവര് ഹേയ് ഞങ്ങളുടെ കൾച്ചറിൽ ഇത് പറ്റില്ല. And after 8 years, I'm seeing concept on TV, girls smoking and people are, whoa! You are actually looking at the point. Who created the TRP? Lakshmi. പക്ഷെ ഞാൻ അല്ല അത് ഷോനവാസ് ഉണ്ട്, അതില് നെവിൻ ഉണ്ട്. How can you forget her? It's not just Adil. ചർച്ചയ്ക്ക് വേണ്ടി വന്നിരുന്നതാണ്, ജീവിതം നശിപ്പിക്കാൻ വന്നതല്ല. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ബിഗ് ബോസ് കഫേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് ബിഗ് ബോസ് കഫേ എപ്പിസോഡ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലേ രവി ചേച്ചി? ഇൻട്രോ തന്നെ തെറ്റിപ്പോയി. അയ്യോ അതിനെ പറ്റി, ഇത് ബിഗ് ബോസ് കഫേ അല്ലല്ലോ, മലയാളം മലയാളി ഹൗസ് അല്ലേ ഇവിടെ ഞാൻ അതിലേക്ക് ഇങ്ങനെ വരുമായിരുന്നു. ബിക്കോസ് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന റിയാലിറ്റി ഷോസ് അല്ലാതെ ഫുള്ളി നമ്മളുടെ മൈൻഡിലുള്ള പാറ്റേൺസ് ഒക്കെ മാറ്റി ഒരു റിയാലിറ്റി ഷോ സൂര്യ ടിവിയിൽ എത്തി. അതിന്റെ പേര് മലയാളി ഹൗസ്. മലയാളി ഹൗസ് ആക്ച്വലി ടോക്ക് ഓഫ് ദി ടൗൺ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ മലയാളി ഹൗസിൽ നിന്നും റെപ്രസെന്റേറ്റ് ചെയ്ത് 3 പേര് ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ട്. ആൻഡ് അതേപോലെ തന്നെ എല്ലാവരും ഒരു ഹായ് പറഞ്ഞു. നമ്മളിപ്പോ ഇരിക്കുന്നത് ബിഗ് ബോസ് കഫേയിലാണ്. ബിഗ് ബോസിനെ കുറിച്ചാണ് നമ്മൾ യൂഷ്വലി കഫേയിൽ നമ്മൾ ഇതിനെ കുറിച്ചാണ്. ഇപ്പൊ കഫേയിൽ അല്ലല്ല, ഇപ്പത്തെ റൈറ്റ് നൗ ഏറ്റവും നല്ല ചൂട് വാർത്ത ഞാൻ പറയട്ടെ. യെസ്, അനുമോളിനോട് പ്രേമം. അനുമോൾ അത് റിജക്ട്. നമുക്കങ്ങ് വിവാഹം കഴിച്ചാലോ? അതെ. അപ്പൊ കെട്ടോ പറയ എന്തോ എന്റെ ഒരു അഭിപ്രായത്തിൽ അവർ രണ്ടൊരു കറക്റ്റ് ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. ഒന്ന് എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും, ഒന്ന് ആരെയും കേൾക്കത്തൂല. ഫസ്റ്റ് കാര്യത്തിനകത്ത് ഞാൻ എഗ്രി. എല്ലാവരും എഗ്രി ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളും കൂടെ പറയൂ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ. ഇവർ രണ്ടുപേരും മാത്രം സംസാരിക്കണ്ട. അല്ല ഞാൻ പറഞ്ഞത് ആക്ച്വലി ദിസ് മേഡ് ഫോർ ഈച്ച് അതർ. റൊമാൻസ് കണ്ടായിരുന്നല്ലോ ആ ഊഞ്ഞാലാടുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനുമോള് എന്നെ കേട്ടോ എന്ന് കേട്ടോണ്ടിരിക്കണം. അങ്ങനല്ല, അനുമോൾ ഇത് ചെയ്തത് ശരിയല്ല, എന്നെ കേട്ടുവോ മറ്റേ അനുമോൾ ഇപ്പുറത്തുനിന്ന് ഇത് മറ്റേ സാധാരണ പറയണ പൊന്നു ബേബി സാധാരണ അല്ല എന്നെ മലയാളത്തിൽ പറയൂലേ, പ്രേക്ഷകർ കാണുന്നുണ്ട്. ഞാൻ കെട്ടൂല. രാവിലെ സുപ്രഭാതത്തിന് വരാം, അനുമോളുടെ അമ്മയെ സുപ്രഭാതം, അനുമോളുടെ അച്ഛൻ സുപ്രഭാതം, അനുമോളുടെ സിസ്റ്ററെ സുപ്രഭാതം. അല്ല, അത് കഴിഞ്ഞിട്ടുള്ള സിംഗണ്ടിലോ അനുമോൾ പേടിച്ച് നടക്കാം. അല്ല നിങ്ങൾ എനിക്കൊരു സന്തോഷത്തിനാണെന്ന് അറിയാമോ, ഇന്നലെ ഞാൻ അനുമോളുടെ സിസ്റ്ററിന്റെയും അമ്മയുടെയും ഒരു ഇന്റർവ്യൂ കണ്ടു. ആ ഇന്റർവ്യൂല് അവര് പറയണേ സഹോദരനെ പോലെ കാണുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ അവരുടെ ഇന്റർവ്യൂ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാരും പറഞ്ഞു, ഞാൻ ചോദിച്ചു പ്രപ്പോസ് ചെയ്യുന്നത് നല്ലതല്ലേ അമ്മേ എന്ന്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അവര് ഭയങ്കര സഹോദര സ്നേഹത്തിലാണെന്ന്. ശരി, അനുമോൾക്ക് സഹോദരനാണെന്നുണ്ടെങ്കിൽ ആ പ്രമോയില് ഞാൻ അനുമോളുടെ ഷൈനസ് ഒക്കെ കണ്ടിട്ട് എനിക്ക് ആ ഷൈനസ് ഒക്കെ ഭയങ്കര സ്നേഹമുള്ളത് പോലെയാണ് ഫീൽ ചെയ്തത്. അല്ല, അനുമോള് സത്യം പറയണേ, 100 ദിവസത്തിൽ ആരെങ്കിലും ഒരാളെങ്ങനെ പറഞ്ഞ
ഈ 85ാമത്തെ ദിവസം ഒരാളെങ്കിലും പറഞ്ഞല്ലോ അതിന്റെ നാണയത്തിലാണ്. അല്ലാതെ അത് അനീഷ് ആയതുകൊണ്ട് അല്ലായിരുന്നു, ആരെങ്കിലും ചോദിച്ചല്ലോ അപ്പൊ കോണ്ടന്റ് ആവട്ടെ ഇവിടുന്ന്. അല്ല, ഇത് ശരിക്കും ഒരു ഗെയിം ആയിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ എല്ലാവരും ഇതിൽ ഗെയിം അല്ല. സീരിയസ്ലി സ്പീക്കിംഗ്, അനീഷിന്റെ ഭാഗത്തുനിന്ന് നോക്കി കഴിഞ്ഞാൽ അത് ഒറ്റയാണ് പോലെ ഇങ്ങനെ വൺ ഡിറക്ഷൻ വേണം. അപ്പോ ആ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആളുടെ ഒരു ബിഹേവിയർ പാറ്റേൺ കാണുമ്പോൾ അനുമോളിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോൾ ഞാനും വിചാരിച്ചു ഇനിയിപ്പോ അനുമോൾക്ക് പുറത്തുള്ള സപ്പോർട്ട് അറിഞ്ഞിട്ടാവാം, പക്ഷെ ആൾക്ക് ആക്ച്വലി അനുമോളുടെ ഇങ്ങനത്തെ ബിഹേവിയർ ഇഷ്ടാ. ഓക്കെ, അപ്പൊ ഇതൊരു ഗെയിം അല്ല. എനിക്ക് തോന്നുന്നു പുള്ളിന്റെ സൈഡിൽ നിന്ന് ഇറ്റ്സ് നോട്ട് എ ഗെയിം. സോ ഫ്രം അനു സൈഡ് ഇറ്റ്സ് എ ഗെയിം. അല്ല, എനിക്ക് അനീഷിന്റെ ഭാഗത്തുനിന്ന് അനീഷിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഗെയിം ആയിട്ടാ തോന്നുന്നത്. ഇല്ലല്ല, അനീഷിന്റെ ഭാഗത്തുനിന്ന് സി ഒരു കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ലവ് മറ്റേ ഇതെല്ലാം വരണമെന്നാണല്ലോ സാധാരണ പറയുന്നത്. പുറത്തുനിന്ന് ആൾക്കാരെല്ലാരും വന്നിട്ട് പറയും നിങ്ങൾ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരു ലവ് കണ്ടന്റ് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് ടാസ്ക് ഒക്കെ ചെയ്യട്ടോ, നിങ്ങൾ അവിടെ എന്തെങ്കിലും രീതിയിൽ അതെ അതെ ഉണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാള് എക്സലന്റ് ഗെയിമറാണ്. കാരണം അയാളാണ് അതിനകത്ത് വന്നപ്പോഴേ ഒരു മെറ്റീരിയൽ പീസായിട്ട് വന്നിട്ട് സമയത്ത് പോയി കിടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ സാധനങ്ങൾ മുഴുവനും കഴിഞ്ഞു, ഓൾമോസ്റ്റ് കണ്ടസ്റ്റൻസ് പോയി. അനീഷിന്റെ റിയൽ ആണെന്ന് തോന്നില്ല. 5ാമത്തെ വീക്ക് മുതൽ എനിക്ക് തോന്നി റേഡിയോ കാസറ്റ് നമ്മുടെ സ്റ്റക്കായി പോവില്ലേ, മുന്നോട്ട് പോവില്ല. ലൈക് ഞാനിപ്പോ സത്യം പറയാണ്, ഇപ്പൊ എല്ലാരും കൂടി ഇരുന്നിട്ട് നമ്മൾ സംസാരിക്കാൻ മോഹൻലാലിന്റെ മൂവിയുടെ രാവണ പ്രഭുവിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കണെങ്കിൽ, പക്ഷെ ആളുടെ പ്രശ്നം ഇപ്പൊ മമ്മൂട്ടി എന്തുകൊണ്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചില്ലെന്നാണ്. ബിക്കോസ് ആൾക്ക് ഒരു ശ്രദ്ധ വേണം. സോ ഐ തിങ്ക് ഹി ബേസിക്കലി നോസ് ജസ്റ്റ് കോൺട്രാഡിക്ട്. ഞാൻ സീസണുകളിൽ കണ്ടിട്ടുള്ള ഒരു രജിത് കുമാർ റോബിൻ മിക്സഡ് ഒരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇയാളുടെ ആ റെപ്യൂട്ടേഷൻ ഇല്ലെങ്കിൽ അയാൾ ഒരു രജിത് കുമാർ ഒരു റോബിന്റെ കുമാറും റോബിനും പറയുമ്പോ ഇവിടെ ഇത് അനീഷാണ്. അനീഷ് എന്ന് പറഞ്ഞാലേ സ്വന്തമായിട്ട് പറഞ്ഞു നടക്കാണ്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. ഇന്ന് ഇത് ചെയ്ത് മോശമായി പോയി, ഷാനവാസ് ചെയ്ത് മോശമായി പോയി, ഷാനവാസ് അന്നാ ഷാനവാസിന്റെ മുഖത്ത് നോക്കിപ്പോ പറയണോ, അതല്ല ചെയ്യണത്. ആൾക്കാരെ കൂവിക്കൊണ്ട് പറയാണ് പ്രേക്ഷകർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. ഉറപ്പായിട്ട് അയാളെ ഇനിയും ഒരു 2 കൊല്ലം കൂടെ ഇടാനാണ് പറയണത് ഇന്നലത്തെ എപ്പിസോഡിൽ. ബിഗ് ബോസിനോട് അങ്ങ് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയി അവിടുത്തെ ആളുകളോട്. നമ്മൾ നേരത്തെ സംസാരിച്ചായിരുന്നു, അതായത് രാവിലെ സുപ്രഭാതം തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യം ബിഗ് ബോസ് എന്ത് ചെയ്യുന്നറിയോ, മൈക്കിന്റെ മറ്റേ ഇത് പാട്ടിട്ട് കൊടുക്കും, എന്നിട്ട് ഒരൊറ്റ ഓട്ടം ബാത്റൂമിലൊക്കെ പോയിട്ട് സുപ്രഭാതം കേൾക്കാൻ വയ്യാത്തോണ്ട്. When he entered, the kind of body weight he had and the kind of body weight he has, ഇത്ര നടന്ന ആർക്കായാലും വെയിറ്റ് കുറഞ്ഞു. സത്യം പറയാണ്, ആ വീട്ടില് വേറെ ആർക്കും അത്രയും വെയിറ്റ് കുറഞ്ഞിട്ടില്ല. ഉറപ്പായിട്ട് അനീഷിന് 30 കിലോ കുറഞ്ഞിട്ടുണ്ട്. അത്രയും നടക്കാണ്, എന്ത് പ്രശ്നം വന്നാലും നടക്കാം. ശരി, അല്ല നമ്മളിപ്പോ പറയണു ഇതൊക്കെ ഒരു ഗെയിമിന്റെ ആയിട്ട് ഡാലുവിന് തോന്നുന്നുണ്ട്. സോജൻ മാത്രം ഇതിനകത്തൊരു ഒപ്പീനിയൻ പറയാതെ നിൽക്കുന്നു. അത് സോജൻ അന്നും അങ്ങനെയായിരുന്നു. കാണുന്നില്ലേ അല്ലേ ലാസ്റ്റ് എവിക്ഷന് ഞാൻ നിങ്ങൾ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞ് കൈ കാണിച്ച് ഞാൻ പോയ ആളാണ്. ഇന്ന് വീണ്ടും ഞാൻ ആലോചിച്ചു ഇടയ്ക്കൊന്ന് പൊക്കോട്ടെ. എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ സമയത്ത് ആളുകൾ ഐ തിങ്ക് വി വെർ നോട്ട് പ്രിപ്പയർഡ് ഫോർ ബിഗ് ബോസ്. ആ ഷോയ്ക്ക് പ്രിപ്പയർഡ് ആയിട്ട് പോയ ആളുകളൊന്നും അല്ല. കുറച്ചു പേർക്ക് ക്യാഷ് ആയിരുന്നു, കുറച്ചു പേർക്ക് ഐഡന്റിറ്റി ക്രൈസിസ് ആയിരുന്നു. അപ്പൊ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്രശ്നങ്ങൾ. സോ ഐ തിങ്ക് വി വർ ഓൾ മെറ്റ് ടു. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അതൊക്കെ അത് കഴിഞ്ഞ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, പൈസ കിട്ടുന്നത് കിട്ടിയത് പറയുകയാണ്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് കളിക്കാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് വരുന്ന എല്ലാവരും ഞങ്ങളെ കണ്ട് എന്ന് പറയുന്നതിൽ സ്ഥലം തിരിച്ചു പറയണ്ട, കണ്ടു തന്നെ. LKG UKG പോകുമ്പോൾ 1ാം ക്ലാസ്സിൽ പോകാൻ പറ്റില്ലല്ലോ. കണ്ടിട്ടല്ല ബിഗ് ബോസ്, ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ? മലയാള ഹൗസുമായിട്ട് ഒരു ഇൻഫ്ലുവൻസിങ് അതെ, പക്ഷേ എനിക്ക് തോന്നുന്നത് മലയാളി ഹൗസ് ആണ് ബിഗ് ബോസിന് മുന്നേ. സ്വാഭാവികമായിട്ട് നമ്മള് കാണുമല്ലോ. പക്ഷെ ഞാൻ കട്ട് പീസേഴ്സ് ആണ് കണ്ടിട്ടുള്ളത്. എനിക്ക് ഡാലു വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്ത് ചെക്ക് ലിസ്റ്റുമായിട്ടാണ് ആളുകൾ വരുന്നത്. ഈ പറഞ്ഞതുപോലെ അതായത് ഞാൻ എന്ത് ചെയ്യണം അവിടെ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നത്.
അത് കൂടുതൽ. സനയൊക്കെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി തന്നെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. കാരണം സനയ്ക്ക് ഒരു പർട്ടിക്കുലർ ഐഡിയോളജി ഉണ്ടായിരുന്നു ഇതില്. സന വന്ന ഈ ഒരു പർപ്പസിലാണ്. അപ്പൊ സന അത് പ്ലാൻ ചെയ്ത് തന്നെയാണ് വന്നത്. അല്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. കാരണം ഞാൻ കണ്ടതാണ്. ആണാണ്, ഞാൻ അതിനാ വന്നത്. അപ്പൊ പക്ഷേ സന എനിക്ക് പറയുന്ന അവിടെ പിന്നെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മുട്ടയ്ക്ക് വേണ്ടിയിട്ടും മറ്റേ പാലിന് വേണ്ടിയിട്ടാണ് അടി ഉണ്ടാക്കേണ്ടതെന്ന്. ഞങ്ങള് ഞാൻ ബാത്റൂമിന് സമരം വിളിക്കാൻ വേണ്ടി വേണ്ടി പോയത് അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ ചെന്നിട്ട് മുട്ടയ്ക്ക് വേണ്ടി ഞങ്ങൾ പാലിന് ഒരു വാഷ്റൂമിന് വേണ്ടിയാണ് അടി ഉണ്ടാക്കിയത്. വാഷ്റൂം കിടക്കണ ബെഡിന് വേണ്ടി മുട്ടയ്ക്ക് വലിയ അപ്പോ അതെ രമ്യ, ഞാൻ ചോദിച്ചോട്ടെ, വെള്ളം വേലയിട്, നമുക്ക് തിന്നാൻ സദ്യ കഴിക്കാൻ സമയമായി കഴിഞ്ഞു. ഓക്കെ. പക്ഷെ എന്തോ ആൾക്കാർ ഇങ്ങനെ ചിലർ ഇങ്ങനെ പറയുന്നു, ചിലർ നമുക്കൊക്കെ തോന്നുന്നു അവർ തമ്മിൽ ഒരുമിക്കണം എന്നൊക്കെ. എന്തോ ആയിക്കോട്ടെ, പക്ഷെ പേളിയുടെ സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു ആൾക്കാർ പറഞ്ഞത്. മേ ബി ഒരു ഗെയിം ഞാൻ ഉൾപ്പെടെ പറഞ്ഞു, ആസ് എ കണ്ടസ്റ്റന്റ് ഞാൻ ഹൗസിനുള്ളിലും പുറത്തും ഇതൊരു ഗെയിം ആണെന്നും അവരുടെ റിലേഷൻഷിപ്പ് സത്യമല്ലെന്നും പറഞ്ഞ ഒരാളാണ്. പക്ഷെ എന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ, സോ അവര് ഭയങ്കര ജെനുവൻ ആയിരുന്നു, അവര് ഭയങ്കര റിലേഷൻഷിപ്പ് നല്ലതായിരുന്നു. ബട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഹൗസിനുള്ളിൽ ഞാൻ കടന്നപ്പോഴും ഞാൻ അവിടെ കണ്ട കാഴ്ചയിലും എന്നെ സംബന്ധിച്ച് എല്ലാവരും ഗെയിമിന് വേണ്ടി വന്ന് നിന്ന ആളുകളായതുകൊണ്ട് അതൊരു ഗെയിമായിട്ട് മാത്രം എനിക്ക് കാണാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല ശ്രീനി സുഹൃത്തായിരുന്നു. ശ്രീനി സുഹൃത്തു കൂടെ ഞങ്ങൾ ഇതുപോലെ ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടാണ് വന്നത്. ഞങ്ങൾ ഇതിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഇല്ല, PR ഇല്ല. PR എന്നൊക്കെ ഇപ്പോഴാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ആർമികളില്ല സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈവൻ ബിഗ് ബോസ് സീസൺ 1 സമയത്തും എനിക്ക് തോന്നുന്നു 2-3 സീസൺ മുമ്പ് വന്നു തുടങ്ങി. സീസൺ 1 PR എന്ന് പറയുന്നത് ഇറങ്ങിപ്പോയ കണ്ടസ്റ്റന്റാ. ആക്ച്വലി ഹ്യൂജ് ഓഫ് സപ്പോർട്ടിങ് വന്ന സമയത്ത് സാബു ചേട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്ത സാബു മോൻ നമ്മുടെ സീസണിൽ അവര് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്ത സാഹചര്യത്തിലായത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങിയ കണ്ടസ്റ്റൻസ്, ഈവൻ രഞ്ജിനി ഹരിദാസ് ആയിക്കോട്ടെ, അവരുടെ ഒരു ഫാൻ ബേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ശ്വേത ചേച്ചിയുടെ ഫാൻ ബേസ് ആയിക്കോട്ടെ. I actually personally know Ranjini. So when she went out, I stopped watching because I was so tired of Pearlie's crying. I was so tired because I am also somebody who gets emotionally very hurt. Like ഞാനും പെട്ടെന്ന് കരയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ I am not somebody like എനിക്ക് നമ്മൾ ഹോസ്റ്റൽ വളർന്ന പിള്ളേരാ. മേ ബി അതുകൊണ്ടാവാം ദാറ്റ് നമ്മുടെ ഒരു ഇമോഷണൽ കാര്യങ്ങള് we know how to take care of it. Like നമുക്ക് ഇൻഡിവിജ്വലി ടേക്ക് കെയർ തന്നെ അറിയാം. എൻ്റെ ഒരു ഓർമ്മയിൽ ഞങ്ങൾ മമ്മിയും പാപ്പയായിട്ട് താമസിച്ചത് ഈ വെക്കേഷൻസ് ടൈം പീരീഡിലൊക്കെയാണ്. അതിലും they don't have time for us. So I am not emotionally bonded like that. But ചില ഇഷ്യൂസ് വരുമ്പോഴാണ്. അപ്പൊ എനിക്ക് ഈ പേളി ഇങ്ങനെ ഓരോ കാര്യത്തിൽ കരയുമ്പോൾ I was like എന്ത് നാടകമാണ് ഈശ്വര. But then that's her. Like Anu. പക്ഷെ എനിക്ക് ഹൗസിനുള്ളിൽ പേളിയുടെ കാര്യത്തിനകത്ത് ഒരു പ്രശ്നം ഇല്ലായിരുന്നു. കാരണം അവളത് സീരിയസ് ആണെന്ന് കരുതിയത്. പക്ഷെ ശ്രീനിയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് ഫെയിൽ സംഭവിച്ചത്. കാരണം ശ്രീനി എനിക്ക് പേഴ്സണലി അറിയാം. അപ്പം ശ്രീനിയുടെ പുറത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ എനിക്ക് അറിയാന്നുള്ളത് കൊണ്ടിട്ട് ഞാൻ അത് അങ്ങനെ വിശ്വസിച്ചില്ല. പക്ഷെ പേളി പലപ്പോഴും സംസാരിക്കുന്ന ചില കാര്യങ്ങളിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് നമ്മളായിരുന്നു സാബു ചേട്ടന്റെ PR. അതായത് വേറെ പുറത്തുള്ള PR ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ സീസണിൽ PR ഇല്ല. പക്ഷെ പേളിക്ക് ഒരു ഹ്യൂജ് ഓഫ് സപ്പോർട്ടിങ് ആ ഒരു സീസണിൽ വന്ന സമയത്ത് ഞങ്ങൾ ഇറങ്ങിയ കണ്ടസ്റ്റൻസ് ഹ്യൂജ് ഓഫ് സപ്പോർട്ടിങ് നമ്മളെല്ലാം സാബു ചേട്ടനെ സപ്പോർട്ട് ചെയ്തത് അറിഞ്ഞിട്ട് അവര് എന്റെ ഇൻഡിവിജ്വൽ എന്റെ കുറച്ച് ആളുകളായിക്കോട്ടെ, ഇപ്പം ഞാൻ അന്ന് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് സജീവമായി നിന്നത് കൊണ്ടിട്ട് ആ സമയത്ത് ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്ന എന്റെ ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ രഞ്ജിനി ചേച്ചിയുടെ സപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ, ശ്വേത ദീദി, അർച്ചന സുശീൽ റീസെന്റ് ഇവരുടെയൊക്കെ സപ്പോർട്ടിങ് ആയിരുന്നു സാബു ചേട്ടന്റെ സപ്പോർട്ടും കൂടാതെ എല്ലാവരുടെയും കൂടെ ആയപ്പോഴാണ് സാബു ചേട്ടന് വിന്നർ ആവാൻ പറ്റിയത്. അതായത് ഹൗസ് എൻറ്റയർ ഒരുമിച്ച് നിന്ന സമയത്ത് പേളി ഒറ്റയ്ക്ക് നിന്നാണ് ഇത് ചെയ്തത്. പേളി സർവൈവ് ചെയ്ത സാധനത്തിന്റെ ഒപ്പം എങ്ങനെ പോയാലും ആർക്കും എത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് പോയിട്ട് ഗ്രൂപ്പ് ഓഫ് ടീം എല്ലാം കൂടി സപ്പോർട്ട് ചെയ്തപ്പോ സാബു ചേട്ടനിലേക്ക് അത് ആ കപ്പ്
പക്ഷെ ഹീസ് വെരി ഡിസേർവിംഗ് കണ്ടസ്റ്റന്റ്. അയാളാണ് അവിടെ കളിച്ചതും അയാൾക്കാണ് അത് കിട്ടേണ്ടതും, അയാൾ തന്നെ അത് വാങ്ങണമായിരുന്നു. അതുകൊണ്ടിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ട് PR ചെയ്തു എന്ന് പറഞ്ഞാലോ നമ്മൾ അയാളെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു അഭിമാനക്കുറവില്ല. ഇന്നും ആ കപ്പ് ചേട്ടാ ഇങ്ങ് താന്ന് പറയുമ്പോൾ ഞാൻ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഫോട്ടോസ് ഉൾപ്പെടെ ഇരിപ്പുണ്ട്. എന്നാൽ അവരുടെ ഇതിൽ ആരെ കപ്പ് വാങ്ങിച്ചെന്ന് അറിയാമോ? രാഹുൽ. അപ്പൊ കാണുന്നുണ്ട്. അല്ല ഞാൻ പറഞ്ഞത് അത് ഇൻഫ്ലുവൻസ് ആയിട്ടല്ല ഞാൻ ബിഗ് ബോസിൽ പോയത്. ഞാൻ ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടാ പോയത്. അതെന്താ അങ്ങനെ അത്രയ്ക്കും പറയുന്നത്? നമ്മുടെ മലയാളത്തിൽ ഈ ടൈപ്പ് തന്നെ ഒരു എൻറ്റയർലി ഷോ ആയിട്ട് തന്നെ നിൽക്കുന്നു. പക്ഷെ അത് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസ് മലയാളി ഹൗസും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കത് ഇപ്പം മലയാളി ഹൗസ് ഫസ്റ്റ് തുടങ്ങി, ബിഗ് ബോസ് രണ്ടാമത് തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വ്യത്യാസങ്ങളിലൊന്നുമില്ല. പക്ഷെ എനിക്ക് മനസ്സിലായത് ഒരേപോലത്തെ ആളുകൾ തന്നെയായിരുന്നു. പക്ഷെ ഈ മലയാളി ഹൗസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് അറ്റ്ലീസ്റ്റ് ഹിന്ദിയിലൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ. മലയാളി ഹൗസ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. വന്നതേ ഉള്ളൂ. ബിഗ് ബോസ് പറ്റിച്ചു. എന്നോട് പറഞ്ഞു ഞാൻ പോണത് ഡാലു, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ മലയാളി ഹൗസ് അന്നത്തെ ആ സമയത്ത് എല്ലാരും മലയാളികൾ ആദ്യം കാണുമായിരുന്നു ഇങ്ങനത്തെ ഒരു ഷോയും ഇതും. യെസ്, അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്തില്ല. മൊത്തത്തില് സദാചാരം അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് കേസായി. നിങ്ങൾക്ക് അറിയാലോ. എനിക്ക് 113 കേസ് എന്റെ ഒറ്റയ്ക്ക്. എങ്ങനെ ഇതൊക്കെ തിങ്കളുടെ മടിയിൽ കയറിയിരിക്കുന്നത് എനിക്കാണ് എന്റെ ബേബിയാണിത്. എന്നാ എന്നെക്കാൾ പ്രായം ഉണ്ടെങ്കിലും എന്റെ ബേബിയാണ്. എന്നിട്ട് അത് ഭയങ്കര ഇഷ്യൂ അത് ദ ഫാക്ട് ഈസ് ഞാൻ ഒരിക്കലും മലയാളി കൾച്ചറിനെയോ ഏതൊരു കൾച്ചറിനെയോ, ഇതിപ്പം മലയാളി നോർത്ത് ഇന്ത്യൻ, വെസ്റ്റേൺ, ഈസ്റ്റേൺ, ഓരോ കൾച്ചറാണ്. പക്ഷെ ദ ഫാക്ട് ഈസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ബോണ്ടിങ് ഉണ്ട്. അതില് കൾച്ചറിനേക്കാൾ കൂടുതൽ ബോണ്ടാണ്. അതിപ്പോ അമ്മയും പിള്ളേരും തമ്മിലൊരു ബോണ്ടിങ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫ്രണ്ട്സിന്റെ ഒരു ബോണ്ടിങ്. അതിന് അതിൻ്റെതായ മര്യാദയുണ്ട്, അത് നമുക്കും അറിയാം. പക്ഷെ നമ്മൾ തമാശകൾ പറയും. ഇപ്പൊ ഞാൻ പറയുന്ന തമാശ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തമാശയല്ല. പക്ഷെ ഞാനും ദാലു ബേബി ഒരു തമാശ പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ആണെങ്കിൽ ഒരു ദിവസം ഞങ്ങൾക്ക് ക്യാമറ നോക്കാം. അതിന് 2 ദിവസം വരെ നോക്കി, ഞാൻ 3-ാമത്തെ ദിവസം വരെ നോക്കി. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടണം എന്നായി പോയി. ബിക്കോസ് ദാറ്റ്സ് നോട്ട് എന്റെ ലൈഫ് സ്റ്റൈൽ. അങ്ങനെയല്ല. ഞാൻ ഡൽഹി വളർന്ന ഒരു കുട്ടിയാണ്. 27 years old, യങ് ആൻഡ് സിംഗിൾ. അതായിരുന്നു ഇമ്പോർട്ടന്റ് പോയിന്റ്. വെരി മച്ച് വാണ്ടിങ് ടു ഗെറ്റ് മാരിഡ്. അത് ക്യാമറയിൽ ഒരു പെൺകുട്ടി സിഗരറ്റ് വലിക്കുന്നൊക്കെ ഓരോ സീസണിൽ ആൾക്കാർ വന്നിട്ട് സ്മോക്ക് ചെയ്യുന്നു. They speak about lesbians, they speak about I have done this. I am a straight person, but I spoke about it. So ഒരു ഷോർട്ട് ഡ്രസ് അല്ലെങ്കിൽ ഷോർട്ട്സ് ഇട്ടിട്ട് ഇന്ന് ബിഗ് ബോസിലെ ആൾക്കാർ വരുമ്പോ ഞാൻ എന്നാ ഷോർട്ട് ഡ്രസ് ഇട്ടതിന്റെ പേരിൽ എന്റെ അടുത്തുണ്ടല്ലോ 13 കേസ്. ഞങ്ങൾ മലയാളി കൾച്ചർ അഗെയിൻസ്റ്റ് പോയി കൾച്ചർ. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇത്രേ ഉള്ളൂ, കൾച്ചർ എന്ന് പറയുന്നത് ഡ്രസ്സിന്റെ നീളത്തിലാണോ? കൾച്ചർ എന്ന് പറയുന്നത് ഇവിടെയാണ്. നമ്മള് എന്താ ഞാൻ ഒരു സിഗരറ്റ് അന്ന് ഇന്നും എന്റെ കമന്റ് ബോക്സിൽ വരുന്നതാ വലിയ നിർത്തിയ എവിടെ വരെ ഉണ്ട്. ഐ ഗെറ്റ് ട്രോൾഡ് ടുഡേ ഓൾസോ. ബട്ട് സീരിയസ്ലി ഞാൻ അവരോടും പറയുന്നു, അവരൊക്കെ അന്ന് 5ാം ക്ലാസ്സിലായിരുന്നു ഈ കമന്റ് ഇടുന്ന ആൾക്കാരെ. അപ്പോ ചില ക്ലിപ്സ് കണ്ടിട്ട് മാത്രം അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടല്ലോ. ഫുള്ള് മലയാളി ഹൗസ് കണ്ട ആൾക്കാരൊക്കെ എന്റെ ഫാൻ. അന്ന് തിങ്കൾ പറയുന്ന മലയാളത്തിന്റെ അർത്ഥം തിങ്കൾ അറിയില്ലായിരുന്നു. എന്താ പറയുന്നത് അറിയില്ലായിരുന്നു. I just want to simply ask, I was 27 years old, I am young. പൂട്ടിട്ട് പക്ഷേ ഇവിടെ രേവതി മാം ആയതുകൊണ്ട് she was so respectful. Seriously I'm telling you, she was so respectful. ഇപ്പൊ എന്റെ മലയാളം അറിയാൻ ലൈക് അന്നത്തെ അറിയില്ലായ്മ കൊണ്ട് there were words that I would use. എന്നിട്ട് പോലും she would not blame me for that. പക്ഷെ എനിക്ക് എല്ലാ ആഴ്ചയിലും
സെക്സി എന്നുള്ള ടാഗ് കിട്ടുമായിരുന്നു. അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, എവറി വീക്ക് യു ഗെറ്റ് എ ടൈറ്റിൽ ഫ്രം പീപ്പിൾ. ഞാൻ അതുകൊണ്ട് മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ രേവതി മാം വന്നിട്ട് എന്ത് പറഞ്ഞ സെക്സി ആൻഡ് ഐ നോ ഇറ്റ്, അതാണ് എന്റെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. മൈൻഡിൽ എന്താണ് നമ്മൾ കണ്ടന്റ് കൊടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ കണ്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ പാറ്റേൺ മാത്രമുള്ളൂ ഡ്രസ്. അതെ 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 സെയിം. അപ്പൊ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആളുകൾ അതിനെങ്ങനെ എടുക്കുന്നുണ്ട്, അപ്പൊ ഇത് തന്നെ തുടരാം. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, മലയാളി ഹൗസില് അത്രയും ഐ തിങ്ക് വി വർ ദേർ ഓൺലി ഫോർ 85 days ബിക്കോസ് 85th ഡേയിൽ നമ്മുടെ ഫിനാലെ കഴിഞ്ഞായിരുന്നു. ബിക്കോസ് വി ഹാഡ് ടു റാപ്പ് ഇറ്റ് അപ്പ് സഡൻലി. 85th വീക്ക് വരെ 85th ഡേ വരെ എത്ര ആഴ്ചകൾ വോട്ടിംഗ് ഉണ്ടോ ആ എല്ലാ വോട്ടിങ്ങിലും ഞാൻ പോയിട്ടുണ്ട്. അപ്പൊ എല്ലാ ആഴ്ചയും എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ പുറത്തു പോകും. എന്നെ ആരും ഇഷ്ടപ്പെടാനാണ്, ഇഷ്ടപ്പെടുന്ന ഒരാളെ നിർത്തി. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. സോ ദാറ്റ് ഗേവ് us this thing ki നമ്മൾ മലയാളി ഹൗസ് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഒരു പുതിയ കോൺസെപ്റ്റ് ആണെങ്കിലും പീപ്പിൾ were ready to accept it because we were raw. none of us നമ്മളുടെ ഉള്ളിൽ ഒരാൾക്കും അഭിനയിക്കാൻ അന്ന് പറ്റുന്നുണ്ടായില്ല. നമുക്ക് അറിയില്ല, ബിഗ് ബോസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ടാവും. നമ്മളും വിചാരിച്ച എന്താണെന്നറിയാം, ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ഈ സെക്ഷൻ കാണിക്കില്ല, ഇവിടുത്തെ സെക്ഷൻ കാണിക്കൂല, ഇതൊക്കെ കട്ട് ചെയ്യും എന്നാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം തന്നിട്ടില്ല കേട്ടോ. ഇല്ല, ഞങ്ങളെ അഗ്രിമെന്റിനകത്ത് ഇതിനകത്ത് ഇപ്പം പാരന്റ്സ് പോലും മരണപ്പെട്ട് അവിടെ കാശെല്ലാം മേടിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ ഞങ്ങൾ പേഴ്സണലിയും ചോദിച്ചു ഇങ്ങനെ. എനിക്കൊരു സീക്രട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം അത് ഞാനിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്, അത് ആ കോണ്ടന്റ് പോവരുത് എന്നുള്ള രീതിയിൽ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കും. ഒരു ക്യാമറയിൽ ഒരാളിനന്ന് ഞാൻ സ്മോക്ക് ചെയ്യുന്നത് തന്നെ ഡയറക്റ്റ് കണ്ടന്റ് കൊടുത്ത്. അപ്പോ ഐ അണ്ടർസ്റ്റുഡ് ഇറ്റ് വാസ് നോട്ട് ദ പ്രോബ്ലം ഓൾസോ. വൈ? ബിക്കോസ് ഞാനുള്ള സ്ഥലത്തായിരുന്നു കോണ്ടന്റ്, അവിടെയാണ് എല്ലാവരും ഡിസ്കഷൻ നടത്തുന്നത്. ഡിസ്കഷൻ കാണിക്കാതിരിക്കാൻ പറ്റൂലല്ലോ. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടാനായിട്ട് ഞാൻ ഡിക്ലെയർ ആയി പോയി. അതിന്റെ കാരണം എനിക്ക് 113 കേസ് ഇപ്പോഴും ഓടുന്നുണ്ടാവും. ഞാൻ പിന്നെ മുങ്ങി എടുക്കുക. അതുകൊണ്ട് ഇപ്പൊ വർഷങ്ങൾ കഴിഞ്ഞിട്ടു ഇനിയിപ്പോ വല്ല മറ്റേ ഇത് പറഞ്ഞതുകൊണ്ട് ഞാനിപ്പോ നന്നായിട്ട് ജീവിക്കാണ്. ഹസ്ബൻഡ് ആയിട്ട് 2-3 കുട്ടികൾ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. അതൊക്കെ നിങ്ങൾ മലയാളി ഹൗസിൽ കുറെ 18 പേര് തന്നെയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ബിഗ് ബോസിലേക്ക് വീണ്ടും സീസൺ 8ലേക്ക് നിങ്ങൾക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഓടിയെത്തും. ആണോ? അവര് വിളിച്ചപ്പോ ആളുകള് എല്ലാരും പലരും വന്നിട്ട് പുറത്ത് വന്നിട്ട് പല തരത്തിലാണ് ഇൻഫോം പറയുന്നത്. അതായത് അയ്യോ ഇനി ഒരിക്കലും ഞാൻ പോകും, എന്റെ ഐഡന്റിറ്റി ആ സ്പേസ്. ഞാൻ എത്ര വർഷം വർക്ക് ചെയ്തെങ്കിലും ഞാൻ എന്ത് വലിയ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞാലും എന്നെ ബിഗ് ബോസിൽ തന്നെയാണ് ആളുകൾ ശ്രദ്ധിച്ചത്. ഞാൻ ഇന്ന് ഈ ചെയറിൽ ഇരിക്കുന്നതിന് കാരണം കൂടിയും അതിന്റെ ഒരു 100-ൽ 90% ഞാൻ ഇവിടെ എല്ലാം മുങ്ങിട്ട് ദുബൈക്ക് പോയി എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാന്ന്. എന്നിട്ട് ഞാൻ മെട്രോ പിടിക്കാൻ വേണ്ടി വേർത്തും കുളിച്ചൊരു ബാഗ് പിടിച്ച് നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് തിങ്കളപാലല്ലേ? അല്ല തിങ്കളപാലാണ്. നമ്മൾ അല്ലടോ, ഞാൻ തിങ്കളപാലല്ല. Because that's the identity I got from Malayali house. എനിക്ക് അത് ഒരിക്കലും നോ എന്ന് പറയാൻ പറ്റില്ല. It's just that I didn't know അതിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് എപ്പിസോഡുകൾ കണ്ടു. അപ്പൊ എനിക്ക് മുമ്പേ ഇറങ്ങിയ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ടാണ് 3 എപ്പിസോഡ്. അപ്പൊ മൂന്നാമത്തെ കാണാനുള്ള ശേഷി ഇല്ലായിരുന്നു. അപ്പൊ മൂന്നാമത്തെ കണ്ടപ്പോഴോ അതിനിടയ്ക്ക് 2 എപ്പിസോഡും ഒരു അൺകട്ടുമാണ് നമ്മൾ കണ്ടത്. ഇല്ല, ഞങ്ങള് ഫുൾ ആക്റ്റീവ് ആണ്, ഞങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങള് ഫേവറയിൽ ഇരുന്ന് കാണുമ്പോ മൂന്നാമത്തെ കണ്ടപ്പോ എനിക്ക് തോന്നി ഒരിക്കൽ കൂടെ തിരിച്ചു പോകണമായിരുന്നു.
അറിയാലോ ശകുന്തള. പുറത്ത് എങ്ങനെയായിരിക്കും നിങ്ങളൊരു ശകുന്തള. മലയാളി ഹൗസിൽ ഇപ്പം എന്താ പറയാ നമ്മളിപ്പോ ബിഗ് ബോസിൽ നമ്മൾ തുടങ്ങിയ ഒരു വിഷയം അനീഷും അനുവും തമ്മിലുള്ള ഒരു ലവ് ട്രാക്ക് നമുക്കുള്ളത് ആ സെയിം ഒരു പാറ്റേൺ ഒരു സംഭവം നിങ്ങളുടെ മലയാളി ഹൗസിലും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്റെ കേസാവും. അത് 114ാമത്തെ കേസാവും. രാഹുൽ ഒരുപാട് ഫേസ് ചെയ്തിട്ടുണ്ട് അല്ലെ രാഹുൽ റോസിൻ ഇഷ്യൂ. നിങ്ങൾ ആ ആംഗിൾ മാത്രം നോക്കിയല്ലോ. ഞാനും സന്ദീപ് ഉണ്ടായിരുന്നു. ഞാൻ പോലും കണ്ടില്ല അത്. കുറച്ചിനുള്ള കുറച്ച് കഥ പറയുന്നത് മാത്രമേ ഞാൻ അവൻ ഇറങ്ങി പോയിട്ട് കുറെ കരഞ്ഞൊക്കെ അതൊന്നും പിടിച്ചില്ല. ഉള്ളത് പറയാലോ. നിങ്ങൾ ഏതാണ് ജെലസ് എന്നുള്ളത് ആളുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ അത് ട്രാക്ക് നടക്കണമെങ്കിൽ സത്യമായിട്ടും ഞാൻ ഐഡന്റിറ്റി ക്രൈസിസ് യൂസ് ചെയ്തിരുന്ന കുറെ അതെന്നും അതൊക്കെ ഞാൻ മാത്രം ഉപയോഗിച്ചിട്ടുള്ളൂ. അതിനെക്കാട്ടിലും വളരെ മോശപ്പെട്ട അശ്ലീലമായ കുറെ വാക്കുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഷോയില്. അർത്ഥം അറിയാതെ പറഞ്ഞതാണ്. ഇപ്പൊ ചോദിക്കാൻ എന്നോട് ആരെങ്കിലും പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാ കേട്ടോ. എനിക്ക് ഇന്നും അർത്ഥം അറിയില്ല. തിങ്കൾ എന്നല്ല മലയാളി ഹൗസിലുണ്ടായിരുന്ന മൊത്തത്തില് പല കണ്ടസ്റ്റൻസും വളരെ മോശമായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡബിൾ മീനിങ് അതല്ല മോശന്റെ അല്ല, അറിഞ്ഞൂടാ. സത്യം ഒരു കാര്യം പറയട്ടെ, പക്ഷെ റോ ആണെങ്കിലും തിങ്കൾ അങ്ങനത്തെ ഒരു ഡബിൾ മീനിങ് ആയിട്ടുള്ള വാക്കുകൾ ഒരാൾ യൂസ് ചെയ്യാൻ പാടില്ല അല്ലേ? നിങ്ങൾക്ക് അറിയാമായിരുന്നു ഇതൊരു ഡബിൾ മീനിങ് ആയിട്ട് എന്നോട് ആരെങ്കിലും സംസാരിക്കണം കൊതിച്ചു നടക്കുമായിരുന്നു. അപ്പോഴാണ് ശരി നമ്മുടെ സിംഗർ മോട്ടത്തല്ലേ ഞാൻ എപ്പോഴും വിളിക്കുന്നത്. പക്ഷെ അതല്ല, നിങ്ങൾക്ക് അറിയാം എത്രയും ക്യാമറയിലാണ് നിങ്ങൾ അവിടെ ഡബിൾ മീനിങ്ങിലുള്ള കാര്യമാണ്. അല്ല, ഡബിൾ മീനിങ്ങിൽ സംസാരിക്കാൻ സംസാരിച്ചിട്ടുണ്ടോ? നോ നോ നോ, തിങ്കൾ റിയാലിറ്റി ഹൗസ് എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോയിൽ പലരും ഇത്തരത്തിലുള്ള ഡബിൾ മീനിങ്ങിലുള്ള അല്ല അതവിടെ നിക്കട്ടെ, ഞാൻ ആ ഷോയിനെ കുറിച്ചാ പറയണേ. പക്ഷെ ഇത്തരത്തിൽ പറയുന്ന ബിഗ് ബോസില് അത് കംപ്ലീറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. ബിഗ് ബോസില് ഡബിൾ മീനിങ് ചെയ്യാൻ പാടില്ല. ശരിക്കും പിന്നെ അല്ല, എന്നിട്ട് ആരും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഡബിൾ മീനിങ് എനിക്ക് പാല് തരുമോന്ന് നൂലിനോട് ചോദിച്ചത്. എന്റെ സീസണിൽ നമ്മൾ ആ ഒരു മൊമെന്റില് മലയാളി ഹൗസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അവിടെ അപ്പൊ നമ്മള് മറ്റേ വെറുതെ ഞാൻ പെൺകൊന്നെന്ന് വിളിച്ചാലോ അത് തരും. സത്യം പറഞ്ഞാൽ പെൺകൊന്നിന്റെ അർത്ഥം അന്നറിയില്ല, എനിക്കറിയില്ല. ഐ കം ഫ്രം എ പ്ലേസ് വെയർ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വായന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇവിടെ സേവ് ചെയ്യും. എന്നിട്ട് എനിക്ക് ദേഷ്യം വരുമ്പോ ഐ വിൽ യൂസ് ദോസ് വേർഡ്സ്. ഇന്നും എന്റെ ഹസ്ബൻഡിനെ പേടിയാ ഒരു തെറി പറയാൻ. അന്ന് ആള് 24 മണിക്കൂർ വാ തുറന്ന തെറി പറയുന്ന ആളാ. പക്ഷെ എന്റെ മുമ്പിൽ പേടിയാ. എന്താന്നറിയോ, ഞാൻ ആ സെയിം സാധനം ആളെ തിരിച്ചു വിളിക്കും. ആ സെയിം കോൺസെപ്റ്റ് ആയിരുന്നു ഞാൻ മലയാളം പഠിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാ ഞാൻ മലയാളം പഠിക്കുന്നത്. അപ്പൊ നിങ്ങൾ പെൺകൊന്തെന്ന് ആരെങ്കിലും വിളിച്ചാ ഞാൻ ആളെ അടുത്ത ദിവസം പെൺകൊന്തെന്ന് വിളിച്ചിരിക്കും. So I have no idea what that meaning is, but I know it's a heavy word. I just know. എനിക്ക് ഹിന്ദി പറയാൻ പറ്റൂലല്ലോ, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റൂലല്ലോ. എന്നിട്ടും ഞാൻ ഇംഗ്ലീഷിലൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. അത് ആൾക്കാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പക്ഷേ ബിക്കോസ് വി വർ സപ്പോസ് ടു സ്പീക്ക് ഇൻ മലയാളം അഗൈൻ ആൻഡ് അഗൈൻ, അവർ എന്റെ പോർഷൻസ് കട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഓക്കെ, ഇതിനകത്ത് ബിഗ് ബോസിൽ ഇവർക്ക് കംപ്ലീറ്റ് ആയിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ശരിക്കും ഇപ്പോഴും പറയുന്നുണ്ട്. അതായത് ഞാനിപ്പം സീസണിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം ഞാൻ നല്ല തെറി വിളിക്കും. എന്റെ അനിയത്തിയുടെ അത്ര പ്രാർത്ഥിച്ചു. നിങ്ങൾ കാണാത്തതാണ്. ആക്ച്വലി ഞാൻ ചീത്ത പറയും, കാരണം എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾക്കെതിരെ ഞാൻ തെറി കൊണ്ടും എന്റെ ഹാൻഡ് കൊണ്ടും ഒക്കെ ഞാൻ പ്രതികരിച്ചിട്ടുള്ളൊരു സ്ത്രീയാണ്. അതിപ്പോ ഞാനിപ്പോ ഇവിടെ വന്നിരുന്ന് മറച്ചു വെച്ചിട്ട് അയ്യോ ഞാൻ വലിയ പതിവ് അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞത് അവിടെ ഞാൻ അവിടെ ഈ തെറി പറയുന്നത് തെറി പറയാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ എഗ്രിമെന്റിൽ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ അവിടെ പിടിച്ചു നിന്നു. എന്നോട് ചോദിച്ചു എങ്ങനെയാണ് നീ തെറി പറയാതെ പിടിച്ചു നിന്നാന്ന്. ഞാൻ ഇറങ്ങി വന്ന ഫസ്റ്റ് ഡേ ചോദിച്ചില്ല. അങ്ങനെയാണെങ്കിൽ റോബിനും ജാസ്മിനും ഡെയ്സിയും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ എഗ്രിമെന്റിൽ. ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ പാടില്ല എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ സീസൺ കഴിഞ്ഞതിന് ശേഷം മുതൽ പിന്നെ എല്ലാവരും ഇങ്ങോട്ട് തുടങ്ങി. എന്റെ അനിയത്തിയോട് തെരും പറയാതെ അപ്പൊ അടുത്ത സീസണിൽ വന്നിരിക്കുന്ന ആൾക്കാരില്ലേ പക്ഷേ എന്നെക്കെതിരെ ഒരു പ്രാങ്ക് കൊടുത്തു എന്നെ ഇളക്കാൻ വേണ്ടിയിട്ട്. ഞാൻ അവിടെ ചെന്നിട്ട് ഭയങ്കര പതിവ്രത ചമഞ്ഞിരിക്കില്ല.
എനിക്കാണെങ്കിൽ ഇളകുന്നില്ല. കാരണം ഞാൻ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വേറെ ഇവിടെ മുട്ടയും പാലിന് വേണ്ടി അടി. ഞാൻ തന്നെ ഇവിടെ കിടന്ന് ഇതാക്കണം, കിട്ടി തന്നാ തിന്നും. കാരണം എനിക്കൊക്കെ അന്ന് എന്തെങ്കിലും കിട്ടിയാൽ തിന്നുന്ന ആൾക്കാരാണ് ഞാൻ. പ്രത്യേകിച്ച് അവരെ പോലെ ഹാഷ് ബൂഷ് ആൾക്കാരൊന്നുമല്ല. ഇപ്പൊ പേളി ആയാലും രഞ്ജിനി ആയാലും അവർക്കൊക്കെ അവര് പ്രോട്ടീൻ മാത്രം കഴിക്കുന്ന മനുഷ്യരാണ്. അത് അവരുടെ ഒരു കുറവോ ഇതൊന്നുമല്ല. അവർക്ക് ചോറൊന്നും അധികം പറ്റത്തൊന്നുമില്ല. എന്നിട്ടും ദീദിയൊക്കെ പരിപ്പും ചോറൊക്കെ കഴിച്ച് അവിടെ കഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ ചീത്ത പറഞ്ഞ എനിക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. സാബു ചേട്ടൻ വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണേന്ന് ചോദിച്ചു. അപ്പൊ ഞാനൊരു ഷോർട്സ് ആയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കാല് കാണുന്നത് കൊണ്ട് അയാൾ ഒരു സദാചാരം പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തോ ചേട്ടാ ചുമ്മാ ഇരി ചേട്ടാ, ക്യാമറകളൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. അപ്പൊ പറയുന്നതാണ് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നിയാൽ ഞാൻ പറയുമെന്ന് പറഞ്ഞു. ഞാൻ ഇയാൾ ഇത്തിരി കൂടുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് എറിയേറി ചെന്ന് ഇയാൾ ഭയങ്കര മോശമായിട്ട് അങ്ങ് സംസാരിക്കാൻ തുടങ്ങി. അപ്പം എൻ്റെ അടുത്ത് സാബുചേട്ടനല്ല എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. ഓരോരുത്തരും ഒന്ന് പറയാ, ഇപ്പൊ ദീപനായാലും ബഷി ആയാലും ഒക്കെ എൻ്റെ അടുത്ത് ഒന്ന് പറയാം, ഇയാൾ സ്മോക്കിംഗ് റൂമിൽ നിന്ന് വളരെ വൃത്തിയായിട്ട രീതിയിൽ നിന്നെ പറ്റി സംസാരിച്ചടി എന്ന് പറയുന്നത് പ്രാങ്കാണ്. ഞാൻ അങ്ങ് ഇളകിയില്ലേ, മറിച്ചാ പോലെ മറ്റത് ചിത്ത വിളിച്ച് ക്യാമറ കടിച്ചു പൊട്ടിക്കാൻ പോയി. ഞാന് കസേരയൊക്കെ എടുത്ത് ക്യാമറ നെഞ്ചത്തോട്ട് അവര് കട്ട് ചെയ്ത് കളഞ്ഞതാ. ക്യാമറയിൽ ചെന്നിട്ടുണ്ടല്ലോ, ബിഗ് ബോസിനെ വിളിക്കണാണ് മോനെ മരുമോനെ മറ്റേ നിങ്ങളുടെ സീസണിൽ ലൈവ് ഇടിക്കുന്ന സീൻ ആണെങ്കിൽ പോലും ഡോണ്ട് യു ഫീൽ അന്ന് ആ ലൈവ് ഉണ്ടാവും? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഒരു വിഷയത്തിന്മേലാണ് എന്റെ ട്രിഗർ വന്നിരുന്നെങ്കിൽ ഞാൻ പറയും അത് പക്ഷെ ഇത് പ്രാങ്ക് ആയിരുന്നത് കൊണ്ടിട്ട് അതായത് ഞാൻ ചമ്മിയല്ലോ അവസാനം. അപ്പൊ അയ്യോ, പക്ഷെ ഇങ്ങനെ ഒരു വിഷയത്തിലാണ് അന്ന് നടന്നത്. എന്നാൽ ഈ പ്രാവശ്യത്തെ സീസൺ 7 നമ്മൾ എല്ലാവരും കണ്ടതാണ്. ഈ പ്രാവശ്യം ഒരു കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഇതേപോലെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പലരും ജഡ്ജ്മെന്റലായി അല്ലെ. ലക്ഷ്മി തന്നെ എണീറ്റ് വന്നിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റിനെ ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നൊക്കെ agree and disagree with her both ways, because as she said, I don't want to normalize it എന്നൊരു വേർഡ് ആണ് അവള് പറഞ്ഞത്. But she has friends എന്നും അവള് പറഞ്ഞു. എനിക്കും ദാലു ബേബി ഉണ്ട്, ഇതുപോലത്തെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് who comes into the same community. But I tell you something, ലക്ഷ്മി പറഞ്ഞ പോയിന്റ് ആർക്കും മനസ്സിലായില്ല എന്ന് വെച്ചാൽ ജനറലൈസ് ചെയ്യാൻ. ബട്ട് ഇറ്റ് ഇസ് സംതിങ്, ഇത് ഓവർ ദ പീരിയഡ് ഇതൊരു നോർമൽ കാര്യം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആണ്. പക്ഷേ ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ്, ഇപ്പൊ ഐ ആസ്ക് യു സംതിങ്, മലയാളി ഹൗസ് കണ്ടപ്പോ നീ എത്ര വയസ്സുണ്ടാവും? ഓരോരുത്തരുടെ ബ്രിങ്ങിങ് അപ്പ് ടൈം പീരിയഡ്, a decade of growing up is different. So Lakshmi വരുന്ന ഡെക്കേഡില് she is not able to normalize it. But ആൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ആള് ഇല്ല എന്ന് പറയുന്ന ആളുടെ ഭയങ്കര വലിയ സൂപ്പർ സ്റ്റാർ ആയിട്ട് ഡയലോഗ് ഇറങ്ങിയിട്ടുണ്ട്. ആളുടെ മല്ല ഫുൾ there is a community who don't like such community. ഉണ്ടോ അല്ലേ? Why? പക്ഷേ ഞാൻ അതിനൊരു ഇത് പറഞ്ഞു, ഇത് നോർമലൈസിങ് എന്ന് പറയുന്നത് ഞങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി വന്നിരുന്നതാണ്, ജീവിതം നശിപ്പിക്കാൻ വന്നതല്ല. അതായത് നോർമലൈസിങ് എന്ന് പറയുന്നതിന് വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട. അത് ഓൾറെഡി അങ്ങനെ ഇവരുടെ വേർഡ് നോർമലൈസിങ് എന്ന് എടുത്ത് പറഞ്ഞ സാഹചര്യത്തിൽ അത് ക്വസ്റ്റ്യനിങ് ആയി എന്നുള്ളതാണ്. ഇവിടെ ലെസ്ബിയൻ റിലേഷൻഷിപ്പും ഗേ റിലേഷൻഷിപ്പും ട്രാൻസും ബൈബൈനറികളും ജെൻഡർ ഫ്ലൂയിഡുകളൊക്കെ ഇഷ്ടംപോലെയുണ്ട്. പക്ഷേ അത് അവരുടെ നോളജിന്റെ കുറവാണ്. കറക്റ്റ് ആണ്. അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ആ ഒപ്പീനിയൻ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഇപ്പൊ ലാലേട്ടൻ ചോദിച്ചപ്പോഴത്തേക്ക് അവരത് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ, ഇല്ല എന്ന്. അവരങ്ങനെ ഇല്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ ഉണ്ട് എന്ന് പറയുന്ന ആളുകളാണ്. അപ്പം ആ ഉണ്ട് എന്ന് പറയുന്നവർ പറഞ്ഞോണ്ടിരിക്കുക, ഇല്ല എന്ന് പറയുന്നവർ പറയില്ല, അത്രേ ഉള്ളൂ. പിന്നെ ഇവര് ക്രിട്ടിസൈസ് ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ചെയ്ത വേർഡ്സുകൾ, അതായത് വീട്ടിൽ കയറ്റാനുള്ളവര്, ജോലിയും കൂലിയും ഇല്ലാത്തവര്, ഇവരൊരു തരം
തേർഡ് റേറ്റ് മനുഷ്യരുടെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്ക് തേർഡ് റേറ്റ് മനുഷ്യരായിരുന്നപ്പോ എന്റെ അടുത്ത് ആളുകൾ ചോദിക്കും. ഞാനൊരു കാര്യം പറയാം. ഒരു അങ്ങനത്തെ ഇൻഫ്ലുവൻസർ ആയി രീതിയില് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കാൻ നമുക്ക് ജോലിയും കൂടിയില്ല. സത്യം പറയാൻ നല്ല കാശ് ഉണ്ടാക്കുന്നുണ്ട് ആസ് എൻ ഇൻഫ്ലുവൻസർ. ഇപ്പൊ ഇല്ല കേട്ടോ. സോ ഞാൻ പറയും ലക്ഷ്മിയെക്കാട്ടിലും കാശുണ്ടാക്കുന്ന കുട്ടികളാണ് അതിലെ നൂറ് എന്ന് പറയും. സോ എനിക്കതറിയാം. ഐ ഡോണ്ട് കെയർ കി ഇപ്പൊ എന്റെ റിക്വയർമെന്റ് ഉള്ള കാശും ഓരോരുത്തരുടെ റിക്വയർമെന്റ് ഉള്ള കാശ് ഡിഫറെന്റ് ആണ്. സോ ഇറ്റ് ഡസന്റ് മാറ്റർ കി ഹൂ മേക്സ് മോർ ആൻഡ് ലെസ് എന്നല്ല. ബട്ട് ഫ്രം ഹേഴ്സ് പെർസ്പെക്ടീവ് വെൻ ഷീ സെഡ് അബൌട്ട് ഇറ്റ്, ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ലക്ഷ്മി ഉദ്ദേശിച്ചത് നീ നിന്റെ വീട്ടിൽ കയറ്റൂലെന്നാ. അക്ബറിനോടാണ് ഇത് പറയുന്നത്. അക്ബറിനോടാണ്. അക്ബറായിട്ടാണ് she was fighting. അല്ലല്ല ഇവര് ടു ജെൻഡർ സ്ക്വാഡിന്റെ ആള് തന്നെയാണ്. ലക്ഷ്മി ആക്ച്വലി പുറത്ത് ഒരു സെറ്റ് ഓഫ് പീപ്പിൾസിന്റെ ഐഡിയോളജി വെച്ച് അവരെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അല്ലാതെ അവര് പൊതുസമൂഹത്തിന്റെ മറ്റേ അപ്പോസ്തലക്കിലാണ് ഞങ്ങൾ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് ഒരാളോട് കഴിഞ്ഞ വർഷം ഞാൻ പറയട്ടെ, കഴിഞ്ഞ വർഷം ഈ വ്യക്തിക്ക് പേഴ്സണലി ഇവരെയൊക്കെ ഇഷ്ടമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഈ വ്യക്തിയെ പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്ത് വിട്ടിരിക്കുന്ന ടീം ഒരു ഐഡിയോളജി വെക്കുന്നുണ്ട്. അതായത് ഇവിടെ കമ്മ്യൂണിറ്റികൾ വേണ്ട. കാരണം ഇത് എനിക്കറിയാം, ഞാൻ 14 വർഷമായിട്ട് കമ്മ്യൂണിറ്റിക്ക് ഉള്ളിൽ നിൽക്കുന്ന ആളായത് കൊണ്ടിട്ട് അവർക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. ഇതിനകത്ത് ഇവർ പറയും ഒരാളെങ്കിലും ഒരു വർഷത്തിൽ ഒരിക്കൽ ചത്തു പോണം, ഇല്ല ബേബി? അങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾക്കെതിരെയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ആ ഐഡിയോളജിയിൽ ഒരാളായിട്ടാണ് ഈ ആള് വന്നത് ഇവിടെ. അന്ന് അഭിഷേക് ശ്രീകുമാർ വന്നിട്ട് പുറത്തേക്ക് പോയി ഈ സിനിമ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുറത്തു പോയി. അന്നത്തെ ഈവനിങ് ആണ് നൂതല ഫാക്ടറി ടാസ്കിന്റെ 2ാമത്തെ ദിവസം ഈ ഷീവിൽ അക്ബറിന്റെ ചോദിക്കുന്നത്. അത് അക്ബറിന്റെ ഉമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഇതായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ട് ഇവര് ഫസ്റ്റ് ഡേ വന്നിട്ട് ഓൾറെഡി ലൈവിൽ ഞാൻ കണ്ടായിരുന്നു. ഇവര് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഇവര് സ്പേസ് കൊടുക്കുന്നില്ല. ആദിലെ നൂറ് കറക്റ്റ് കട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ ലക്ഷ്മി സംസാരിക്കുന്നതിന് എഗെയിൻസ്റ്റ് വളരെ നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ ആണ്. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന കോൺവെർസേഷൻസ് ഒന്നുമില്ല. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇതിനകത്ത് ബന്ധപ്പെടേ ചെയ്യാത്തൊരു സാധനം മനസ്സിലായില്ല എന്നേ ഉള്ളൂ. അത് കണ്ടില്ല. തിരിച്ചു കൊടുക്കുന്ന ആളാണ് ആക്ച്വലി. ഞങ്ങൾ പക്ഷെ അത് കണ്ടപ്പോ വിചാരിച്ച അതിലേക്ക് ഹൗസിൽ കയറിയപ്പോ ചോദിച്ചു ആദിലെടുത്ത്. അപ്പൊ ലാലേട്ടൻ കാണിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് മനസ്സിലായത്. അതിലേക്ക് ആർക്കും മനസ്സിലായത് ആരെ ഉദ്ദേശിച്ചേ എന്തോ അവള് പറഞ്ഞു പോയി. നമുക്ക് ആൾക്കാർക്ക് സ്റ്റാൻഡ് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ ഇല്ലാന്നോ ഉണ്ടെന്നോ സപ്പോർട്ട് ചെയ്യുന്നോ സപ്പോർട്ട് ചെയ്യില്ലെന്നോ ഒരു പ്രശ്നമില്ല. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ഓപ്പോസിറ്റ് റിയാക്ഷൻസ് ഉണ്ട് എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനിയിപ്പോ ഞാൻ കല്യാണം കഴിച്ചു പറഞ്ഞാൽ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിഗ് ബോസിനെ ഇപ്പൊ എല്ലാവരും ഒരു മീഡിയ ആയിട്ട് യൂസ് ചെയ്യാണ് അവരുടെ ഐഡിയോളജികൾ പുറത്തു പറയാൻ. പറഞ്ഞതുപോലെ ഫൈറ്റ് ചെയ്യാൻ അങ്ങനെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി സ്ട്രോങ് അല്ലാത്ത ആൾക്കാരൊന്നുമല്ല. അവർ വളരെ കൃത്യമായിട്ട് അവർ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് അവരുടെ റൈറ്റ്സ് മേടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്ത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ബുദ്ധിയുണ്ട്, ബോധമുണ്ട്. പറഞ്ഞതോട് ഇതുണ്ട്. കാരണം എന്താന്ന് വെച്ചോ, ഇവരൊക്കെ എത്രയാന്ന് പറഞ്ഞാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലായിടത്തും ഇവർക്ക് അത്രയ്ക്ക് ഒരു ഡോർ ഓപ്പൺ അല്ല. സ്റ്റിൽ ദേ ആർ ഫേസിങ്. ഇപ്പം വീട്ടിൽ തന്നെ അവർക്ക് ഇന്നും ഇതല്ല. അപ്പൊ അങ്ങനെ ഉള്ളപ്പം അവര് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം റൈറ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ്. അവർക്ക് അതിൽ വന്നാലേ പബ്ലിക്കിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ആൾക്കാരുണ്ട്. ആളുകൾ കൂടിയതുകൊണ്ടാണ് തിങ്കൾ ശരിക്കും. കാരണം ഈ പ്ലാറ്റ്ഫോം നല്ല റീച്ചാണ് ശരിക്കും. നമ്മളൊരു 10 സമരം ചെയ്യുന്നതിന് തുല്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ ഒരു ചോദ്യം മാത്രമേ ചോദിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദിലിന് നൂറിന് അതിന്റെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ്സിൽ കണ്ടു, ഒരുപാട് വിഷമങ്ങൾ കണ്ടു, എല്ലാം കണ്ടു. പക്ഷെ സത്യമായിട്ടും ഈ പറയുന്ന അവർ ആ കമ്മ്യൂണിറ്റി ആസ് ബേസിക്കലി ബീങ് ലെസ്ബിയൻ ഇതിനെ കുറിച്ച് അവരൊരു വേർഡ് എന്തിന് അതായത് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് we spoke about lesbian and gay with Rahul Ishwar, GS Pradeep, Neena Kurup. ഇവരെല്ലാരും അവിടെ ഇരിക്കുക. ഇവര് ഹേയ് ഞങ്ങളുടെ കൾച്ചറിൽ ഇത് പറ്റൂല. ഞാൻ പറഞ്ഞു ഗേ എന്ന് പറഞ്ഞ എന്താന്ന് അറിയാമോ? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാഡ് എ ഫൈറ്റ് ഓവർ ഇറ്റ് ജസ്റ്റ് ടു എക്സ്പ്ലെയിൻ ദം കി ലെസ്ബിയൻ എന്ന് പറഞ്ഞാലും ഗേ എന്ന് പറഞ്ഞാലും എന്താന്ന് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ലടോ. അല്ലല്ല ഞാൻ പറഞ്ഞുതരാം അതിന്. ഞാൻ സീസൺ 4 ഒരു സപ്പോർട്ടർ ആയിട്ടുള്ള ഒരു ആള് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള നമ്മളെ റിയാസ് സലീം വന്നിട്ട് LGBTIQA+ എന്നുള്ളത് 4th സീസണിൽ ഫിനിഷ് ചെയ്ത് കൊടുത്തു ഈ സാധനം എന്താണെന്നുള്ളത്.
No, ഈ but പറഞ്ഞ- it's ഞാൻ your പറയട്ടെ, problem. ഞാൻ See, പറയട്ടെ, it is ഞാൻ your പറയട്ടെ, ഞാൻ problem. പറയട്ടെ, എത്ര പ്രാവശ്യം You are പറയണം? fighting. എത്ര നിങ്ങൾ പ്രാവശ്യം നിങ്ങൾക്ക് പറയണം? വേണ്ടിയിട്ടാണ്. എത്ര പ്രാവശ്യം വേറൊരാൾ പറയണം? fight ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് എത്ര നിങ്ങൾ പ്രാവശ്യം നിങ്ങളുടെ ആളുകൾ voice ബോധവൽക്കരണം മാറ്റി വെക്കാൻ നടത്തണം? പാടില്ല. എത്ര പ്രാവശ്യം ബോധവൽക്കരണം നടത്തണം? Every ഞാൻ പെണ്ണാണ്, second. ഞാൻ ലെസ്ബിയൻ ആണ്, Lesbian ഞാൻ ആണെന്നല്ല. gay ആണ്, ഞാൻ ഇന്നതാണ്, Educating about എനിക്ക് it. ഇന്നതാണ്. If Lakshmi spoke about it, ആ മൊമെന്റിൽ പറയണം. No, Do you എന്തിന്? know what exactly അയ്യോ അവര് LGBTQ എന്ന് രണ്ടുപേരുടെ പറയുന്ന സംഭവം? റെപ്രസെന്റേഷൻ തന്നെയാണ് എടാ, കമ്മ്യൂണിറ്റിയുടെ അവര് question ചെയ്യുമ്പോ അവർക്ക് അതിന്റെ അർത്ഥം അറിയത്തില്ല. അത് ആ- നീ തന്നെ പറഞ്ഞു അത് അവർ ആരോ പറഞ്ഞു ചോദിക്കുന്നില്ല. വിട്ടൊരു കാര്യമാണ് അവർ അവരത് അവിടെ പറഞ്ഞത്. ചോദിക്കുന്നില്ലല്ലോ. It is not our അവരത് personal. ലക്ഷ്മി അവിടെ എടാ അവിടെ ചോദിക്കുന്നില്ല, ലക്ഷ്മി അത് ചോദിക്കുന്നില്ല. ലക്ഷ്മി ഇല്ല അത് എന്ന് ചെയ്യുന്നത് പറയണ്ട. direct അറിയാം attack ചെയ്യാണ്. എന്താണെന്നുള്ളത് എടാ, അറിയാം. എന്റെ ചോദിക്കണം. കാര്യം ഇതന്നെ ഞാൻ പറയണേ. ഇപ്പൊ എടാ, ഞാൻ ഒരു പറയുന്നു, ദിവസം രാത്രിയില് എനിക്കൊരു സാധനം ഇഷ്ടമല്ല. ഇവളുടെ പക്ഷെ അമ്മ ഒരാൾ വന്നിട്ട് എന്നോട് പോയി. പറയുന്നു എന്തുകൊണ്ട് ഇഷ്ടമല്ല. ലക്ഷ്മിയുടെ അമ്മ എന്നോട് വന്നിട്ട് ഇന്ന് പോയതിന്റെ അന്ന് രാത്രിയില് ഇതിനെക്കുറിച്ച് ഇവർ അറിയില്ല. രണ്ടുപേരുടെയും കൂടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് പോയതിനു ശേഷം രാത്രിയില് ആ കോൺവെർസേഷനിൽ അവൾ എന്നിട്ട് പറയണേണ്, എന്റെ കുട്ടിയെ ഇത് കാണിക്കാൻ പറ്റില്ലെന്നുള്ളതേ ഉള്ളൂ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ആദ്യം അവള് പറയാണ്, കാരണം ഇവളുടെ ഉള്ളിൽ അതില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഈ കുട്ടിയെ ആരോ പ്രൊപ്പഗൻഡ ഉണ്ടാക്കി വെച്ചിട്ട് അത് വന്നിന്ന് അടിച്ചോണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഹൗസിനുള്ളിൽ പോയപ്പോൾ പോലെ എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ അവളെ ഷേക്കാൻ്റെ അടുത്ത് ഹഗ് ചെയ്തിട്ടാണ് ഞാൻ തിരിച്ചിറങ്ങി വന്നത്. ലക്ഷ്മി എനിക്കൊന്നും സോ ഇവര് ശരിക്കും അവർ രണ്ടുപേരുടെയും കൂടെ കോൺവെർസേഷൻ കാണണം. അതിലിടെ നൈറ്റ് അത് BB+ലുണ്ട്. ശരിക്കും എടുത്ത് നോക്കിയാൽ അറിയാം. അതിനകത്ത് ഇവർ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിക്കുക. ബിഗ് ബോസും BB+ ഉണ്ട്. അത് ഒരു ഹാഫ് ആൻ അവർ വേറെയും കൂടെ കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഈ കറക്റ്റ് ആയിട്ട് ഇവർ വന്നിരുന്ന് പറയുന്നുണ്ട്, എന്റെ കുട്ടിക്ക് പ്രായപൂർത്തിയാകും 18 വയസ്സ് കഴിഞ്ഞാൽ അപ്പൊ കുഴപ്പമില്ലെന്ന്, അപ്പൊ ഡിസിഷൻ എടുത്തോട്ടെ എന്ന് അവരുടെ. അതുവരെ ഞാൻ എൻ്റെ കുട്ടിയെ നിയന്ത്രിക്കുക എന്നുള്ള രീതിയിലും, അതായത് സമാധാനപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ കാണുന്നത് അതാണ്. നേരെ ഡയറക്റ്റ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. തിങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കാം. എങ്ങനെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഇരിക്കണം. നിങ്ങൾ പറഞ്ഞില്ലേ ലെസ്ബിയൻ ഗേ എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ ചെവി പൊത്തിക്കൊണ്ട് പോയി. ഈ പറഞ്ഞ ചെവി പൊത്തിക്കൊണ്ട് പോകണടുത്ത് പിന്നെ നമ്മൾ എന്താ സംസാരിക്കാൻ? ചെവി പൊത്തിക്കൊണ്ടിരിക്കുന്നവര് അവിടെ ഇരുത്തണം. അതാ ഞാൻ പറഞ്ഞത്, അവിടെ എത്തണം. അതാ അവർ കേൾക്കണം. You know why? Because this is my issue. പക്ഷെ This ഞാൻ is my പറയുന്നത് dignity and my integrity. ഞാൻ പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം, ഒരു സ്റ്റേജിലേ ഉള്ളൂ. പറയണം. അതെ, ബിഗ് ബോസ് റിയാലിറ്റി ഷോ മാത്രമല്ല, ഇവിടെ ഫൈറ്റ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റികൾ ഒരുപാടുണ്ട്. LGBT കമ്മ്യൂണിറ്റീസ്. ഈ റിയാലിറ്റി ഷോയിലെ കമ്മ്യൂണിറ്റികൾ വന്ന് നിന്നിട്ട് സംസാരിച്ചതല്ല സംസാരങ്ങളൊന്നും. ഇവിടെ ഫൈറ്റ് ചെയ്തതും ഇവർ അവകാശ പോരാട്ടങ്ങൾ നടത്തിയതും ഈവൻ ഞങ്ങള് മുൻകാല കമ്മ്യൂണിറ്റികൾ മരണം വരെ വഹിച്ചിട്ടുള്ള കമ്മ്യൂണിറ്റികളുണ്ട്. അതായത് ഇന്നും മരിച്ച് തലയ്ക്കുമുകളിൽ നിൽക്കുന്ന ഒരുപാട് കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്ത് മരിച്ചിട്ടുള്ളവരുണ്ട്. അവരൊക്കെ നിൽക്കൊക്കെ തന്നെ ഈ ഒരു റിയാലിറ്റി ഷോ മാത്രമല്ല അവരുടെ റൈറ്റ്സ് സംസാരിക്കാനുള്ള ഇടം എന്ന് പറയുന്നത്. ആ ഇടത്ത് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുന്നത് രണ്ട് കപ്പിൾസ്, ലെസ്ബിയൻസ് ആയിട്ടുള്ള രണ്ടുപേര്, അവർ ആ കൈ ഹോൾഡ് ചെയ്ത് ആ ഹൗസിനുള്ളിൽ കാല് കുത്തിയപ്പോഴേ അവർ വെട്രിയാണ്. അതിലപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല. കാരണം ഈ വരുന്ന ഓരോ സീസണുകളിൽ സീസൺ 1, 2, 3, 4, 5, 6, 7 നിങ്ങളിപ്പോ അത് പറഞ്ഞതിലാണ് പ്രോബ്ലം. ഓരോരുത്തരുടെ വിക്ടറിയാണ്, അല്ലാതെ ജസ്റ്റ് ഒരു ലെസ്ബിയൻ കപ്പിളിന്റെ. പക്ഷെ ഞാൻ ചലഞ്ച് ചെയ്യും ഏറ്റവും കൂടുതൽ TRP ഇത്രയും വർഷത്തിനിടയിൽ ഇനി എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഇപ്പൊ അനുമോളെ നമ്മൾ അനീഷിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ചലഞ്ച് ചെയ്ത് പറയുന്നു, ഈ പറഞ്ഞ നമ്മുടെ ആദിലെ നൂറെ ഉണ്ടാക്കിയതിന്റെ അത്രയും TRP ഒരൊറ്റ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടില്ല. ഓപ്പൺ ചലഞ്ച് ഞാൻ വെക്കും. എന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു എപ്പിസോഡ് ഭയങ്കര പ്രശ്നം ഉണ്ടായല്ലോ. ലക്ഷ്മിയാ പറഞ്ഞത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ വന്നല്ലോ. You are actually looking at the point who created the TRP. Lakshmi. പക്ഷെ ഞാൻ പറയുന്നത് ആദില നൂറയുടെ കേസ് വന്നപ്പോൾ ലാലേട്ടൻ ഒരു എപ്പിസോഡിൽ വന്നല്ലോ. അപ്പൊ ആദിൽ ആക്ച്വലി എഴുന്നേറ്റ് പറഞ്ഞ ഒരു കാര്യം വളരെ എവിഡന്റ് ആണ്. ലൈക് ലക്ഷ്മി പറഞ്ഞു എന്റെ കുട്ടികള് ഇത് കാണിച്ചാൽ ശരിയല്ല. പക്ഷെ ആദിൽ വളരെ ബോൾഡ് ആയിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആരും കണ്ടു വളർന്നിട്ടല്ല ലെസ്ബിയൻസ് ആയത്. ഞങ്ങളുള്ള സമയത്ത് TV ഒന്നും ഉണ്ടായിട്ട് ഞാൻ ലെസ്ബിയൻ ആവണമെന്ന് ആരും കണ്ടിട്ടല്ല ചെയ്തത്. അപ്പൊ അതൊരു വാലിഡ് പോയിന്റ് ആണ് ആക്ച്വലി. നോക്ക്, ഞാൻ ഓപ്പൺ ചലഞ്ച് വെക്കുന്നത്. നോക്ക്, ഇത് ആര് ഷെയർ ചെയ്തോടോ? ഇത് ഷെയർ ഒന്നും അല്ല. ഇതാ നോക്ക്, നീ ഇത് കാണണം, നീ ഇത് കാണും.
ഞാൻ ഇത് എവിടെ വേണമെങ്കിലും ഞാൻ ചലഞ്ച് ചെയ്യാൻ തയ്യാറാണ്. ഗൂഗിളിൽ നിന്ന് എടുത്താണോ? ഒരു ഗൂഗിളല്ല, ഇത് TRPയുടെ കൺഫർമേഷൻ ഞാൻ തരുന്നതാണ്. PR can actually നിന്റെ പേര് മാറ്റി No, നിന്റെ date of birth national level മാറ്റി നാളത്തെ ൽ ദിവസം ഹിന്ദി Google ബിഗ് report ബോസ് ഇല്ല. ഇവിടെ നടക്കുന്നുണ്ട്. ചേട്ടൻ നമ്മുടെ National ടെലിവിഷൻ level. അവാർഡ്സിന് വന്നിരുന്നു. അതായത് വൺ ഓഫ് ദി ഡയറക്ടേഴ്സ് ഇപ്പത്തെ സീസൺ 7ന്റെ ഏത് എപ്പിസോഡിനായിരുന്നു? ഞങ്ങളുടെ ടെലിവിഷൻ അവാർഡ്സിന് വന്നിരുന്നു. അന്ന് അദ്ദേഹം അവിടെ സ്റ്റേജിൽ അനൗൺസ് ചെയ്തു, ഇതുവരേക്കും ബിഗ് ബോസിൽ വന്നതിലെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ TRP വന്നത് ഈ സീസൺ 7 ആണ്. എപ്പിസോഡ്. പക്ഷെ അതിലെ 100 എന്നല്ല എടുത്ത് പറഞ്ഞേ. എടേ, അല്ല, അതിന്റെ എടേ, ഇത് factor പറയണ അതാണ്. ഒരു കാര്യം ഇതിൽ നമ്മൾ സംസാരിക്കുമ്പോഴേ ഇത് ഒരുപാട് proof കാര്യങ്ങളുണ്ട്. അതില് ഷോനവാസ് ഉണ്ട്, അതില് നെവിൻ ഉണ്ട്, അതെ, അതില് ഒരുപാട് ആൾക്കാരുണ്ട്, ജിസേൽ ഉണ്ട്. How can you forget her, yeah? It's not just Adil. റിയാലിറ്റി ഷോയില് But yes, it is a problem. You know why? Reality Because as a show ല് couple ആണ് ഇഷ്ടപ്പെട്ടവരാ enter ചെയ്തത്. As a couple രണ്ടുപേരും winners ആണ്. That's absolutely nonsense. No, അത് അങ്ങനെയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫിനെ കയറ്റിയാ പോരെ. അത് നിനക്ക് തോന്നാ അവരെന്താ അവിടെ കാണിച്ചത്? അങ്ങനെ മലയാള ദിവസം കാണിച്ചിട്ടില്ല. ഞാൻ പറയണേ ഇൻഡിവിജ്വൽസ് ആയിരിക്കണമെന്നാ ഞാൻ പറഞ്ഞ. ഇൻഡിവിജ്വൽസ് ആയിരിക്കണം. അവിടെ എന്ന് വെച്ചാൽ രണ്ടുപേരുണ്ട്. ഒരാളുടെ സ്ട്രെങ്ത് വീക്ക് ആയ മറ്റാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ വിന്നിയും ലക്ഷ്മിയും ഒക്കെ പുറത്തേക്ക് പോയി, അക്ബറിന് ഇത് നെവിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണ് അവർ കപ്പിൾസ് ആയതുകൊണ്ട് മാത്രം അവരെ ചോദ്യം ചെയ്യുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ ഉള്ളിലാണ്. പുറത്ത് പിന്നെ തറകിട നടക്കട്ടെ. പുറത്ത് എന്ത് അതായത് ഉള്ളിലാണ്. ഉള്ളിൽ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കപ്പലായിട്ട് ഇന്ന് വരെ ഒരു ഹിസ്റ്ററിയിൽ നടന്നിട്ടില്ല. ആര് പറഞ്ഞു? ഹിന്ദിയിലല്ലേ? എന്ത് ഹിന്ദിയിൽ നടന്നിട്ടുണ്ട്. മലയാളം ബിഗ് ബോസ് അങ്ങനെ ആണെങ്കിൽ മലയാളി ഹൗസ് കഴിഞ്ഞിട്ട് ഉള്ളിന് ബാക്കി ഡിംപിളുണ്ട് സീസണില് ഭർത്താവും ഭാര്യയും വന്നില്ലേ? അപ്പൊ തന്നെ ആയിക്കോട്ടെ, അവര് വന്നില്ലേ? അവരെ കൊണ്ടുവന്ന് TRP കൂട്ടാൻ TRP പുറത്താക്കി. പക്ഷെ ഞാൻ ഈ TRP ഇത്രയും എടുത്ത് കാണിച്ചിട്ട് ഹലോ ഞാൻ ഗൂഗിൾ നോക്കൂല. ഒരു രമ്യ, അല്ല, ആദ്യം ഞാൻ ഈ TRP മലയാളി house ആണ്. സമ്മതിച്ചു. അല്ല, അതെ, മലയാളി ഹൗസ് ആണോ ബിഗ് അതെ. ബോസ് ആണോ ശരിക്കും ഒരു ക്വാളിറ്റി വൈസില് നല്ലൊരു ഷോ? ആണ്. മലയാളി ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പറയുന്നു Not because of anything else. Malayali House was raw. Yes. Big Boss is quality for sure. I accept that. Why? Because Big Boss ni കിട്ടിയ ഒരു acceptance Malayali House ന് ഒരിക്കലും കിട്ടിയിട്ട് പോലും ഉണ്ടായില്ല. അത് വെരി ന്യൂ ആയിരുന്നു നമ്മുടെ Exactly. It was like a അവിടെ pilot എല്ലാവരും project. നമ്മളെ പക്ഷേ പ്രേക്ഷകർ മലയാളി ഒരു pilot project. മലയാളി ഹൗസ് മലയാളി ഹൗസ് Pilot project മലയാളി പോലെ ഒരു ഹൗസ് experiment മലയാളി നമ്മൾ ഹൗസിന്റെ ഇട്ട് കൊടുത്തു. ആർട്ടിസ്റ്റുകൾ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാവരും ബിഗ് ബോസ് സീസൺ 1ന്റെ കണ്ടസ്റ്റൻസ് പോലെ ഭയങ്കര റിയൽ ആയിരുന്നു. Exactly. ഭയങ്കര I- യഥാർത്ഥ ആളുകളായിരുന്നു, യഥാർത്ഥ സ്വഭാവമുള്ള ആളുകളായിരുന്നു. ബിന്ദു ചേച്ചി എത്ര അതില് കളിക്കാൻ അറിയാവുന്ന 2-3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പ്ലാൻഡ് ആയിട്ട് വന്നത്. ബാക്കി എല്ലാവരും റോ ആയിട്ട് വന്ന ആളുകളാണ്. മലയാളി അകത്ത് വന്നിട്ട് ഹൗസിൽ പഠിച്ചവരാണ്. ഒരിക്കലും ഫേക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നിട്ടില്ല. ഫേക്ക് അതൊക്കെ ഇല്ല, ശരി. വന്നിട്ടില്ല. അതൊക്കെ ഇപ്പൊ പോയ ഇപ്പൊ വന്നേ പിന്നെയാണ് സ്ട്രാറ്റജി ഫേക്ക് അങ്ങനത്തെ വേർഡ്സ് ഒക്കെ ഫേക്ക് എന്നുള്ളത്. നീ ഫേക്ക് ആണെന്ന്. ഇവരുടെ സെറ്റ് പോലും അല്ലായിരുന്നു, ഇവരുടെ ഒരു വീട് തന്നെ ആയിരുന്നു. ഹൈദരാബാദ് സ്റ്റുഡിയോ. ആ, മലയാളി ഹൗസ്. ഒരു 55ാമത്തെ ദിവസം ജൂനിയർ NTR ഞാൻ ദൂരെ നിന്ന് ഇങ്ങനെ കാണാൻ ഞങ്ങൾക്ക് പോയി. നോക്കുമ്പോ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ വലിയ 5-star ഹോട്ടൽ. ഞങ്ങൾക്ക് അതെ, ഒരു തലണിയും കുടിലായിരുന്നു. അതൊരു ഡിഫറൻസ് തന്നെ ആയിരുന്നു. ഒരു വാഷ്റൂം 18 പേർക്ക് ഒരാളെ പുറത്താക്കുമ്പോൾ ഒരു റൂം തുറക്കും. സർവൈവ് ചെയ്തതിൽ സത്യമായിട്ടും മലയാളി Also the ഹൗസ് reach തന്നെ ആയിരിക്കും. and the respect. See, I'll tell you something. മലയാളി ഹൗസ് കണ്ടസ്റ്റൻസിനെ ആൾക്കാർ കണ്ടിരിക്കുന്നത് സീരിയസ്ലി എക്സ്പെരിമെന്റൽ റാറ്റ്സില് ആ രീതിയിലാണ്. വി മേ ഗെറ്റ് ദ റെസ്പെക്ട് ഫ്രം പീപ്പിൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന്. അല്ലാത്ത ആൾക്കാർക്ക് നമ്മളൊരു എക്സ്പെരിമെന്റൽ ലാബ് എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യില്ലേ, വന്നു പോയി. ബിഗ് ബോസ് ഫസ്റ്റ് ആണ് എല്ലാവർക്കും ആക്ച്വലി റിയാലിറ്റി ഷോ എന്ന് പറയുന്ന ഒരു സാധനം. അല്ലെങ്കിൽ കോൺസെപ്റ്റ് വൈസ് ഇതൊരു നല്ല ഷോ ആണ്. അവര് നന്ദി പറയണം മലയാളി ഹൗസിലുള്ള ഓരോരുത്തർക്കും. ഞങ്ങൾ സോഷ്യൽ വിക്ടിംസ് ആയിരുന്നു. ഇത് സോഷ്യൽ എക്സ്പെരിമെന്റ് ആയിരുന്നു. നല്ല വിക്ടിംസ് ആയിരുന്നു ഞങ്ങളൊക്കെ. ശരിക്കും അതായിരുന്നു കേരളത്തിലൊരു എക്സ്പെരിമെന്റ്. ആ പ്ലാറ്റ്ഫോമിൽ എന്തുകൊണ്ടാണ് ഇന്ന് വരുന്നവർക്ക് അക്സെപ്റ്റൻസ് ക്രൂ ഉണ്ടായിരുന്നു കേട്ടോ. സെയിം ആയിരുന്നു. അതായത് ഞാൻ എല്ലാ സത്യം പറയട്ടെ, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് കണ്ടിട്ട് എനിക്ക് തോന്നാറില്ല ഡയറക്ടർ അർജുൻ സാർ ആയിരുന്നോ? അതെന്റെ അനിയത്തിയാണെങ്കിൽ പോലും. ആണല്ലേ? എനിക്ക് തോന്നിയില്ല ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇതുവരെ നടന്ന സീസണിലും അത് അഹങ്കാരം കൊണ്ട് പറയണാണ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും പറയണു, എന്റെ പകുതി ആൾക്കാർ ഫോൺ എടുക്കാറില്ല.
മലയാളി ഹൗസ് എന്ന്. എല്ലാ വെള്ളിയാഴ്ചയും ബാഗ് പാക്ക് ചെയ്ത് നോക്കുന്ന ഒരേ ഒരാള്, എല്ലാ ബാഗ് പാക്ക് ചെയ്ത് നോക്കുന്ന ഒരേ ഒരാള്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾ പറയും ഞാൻ പോവാണ്. പോയി എനിക്ക് ഇനി വീട്ടിൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇഞ്ചക്ഷൻ കുത്തിയിട്ട് കൊണ്ടുവന്നത്. ബിക്കോസ് ഐ ജസ്റ്റ് ഗേവ് അപ്പ്, ഐ വിൽ നോട്ട് ഡു എനിത്തിങ് എന്ന് പറഞ്ഞിട്ടുള്ള രീതി. ബട്ട് ലൈക് താങ്ക് ഗോഡ്, ലൈക് ഐ ഡോണ്ട് നോ, നമ്മുടെ കേരളത്തിലും 1% ആൾക്കാർക്ക് അറിയാം നമ്മൾ അവരെ പോലെയാണ്, അവരും നമ്മളെ പോലെയാണ്. നമ്മൾ ചെയ്യുന്ന പകുതി കാര്യങ്ങൾ ചിലപ്പോൾ മോശമായിരിക്കാം, അതുപോലെയാണ് ഇന്നത്തെ ജാസ്മിൻ മൂസ് കുറച്ചൊക്കെ ഒരു സാധനം. I really love every single contestant who do anything. ഇപ്പൊ ഞാൻ ബട്ട് ഇത് ചെയ്യുന്നത് ഇവള് ചെയ്യുന്നത് പോലെ മുഴുവൻ ആരും ചെയ്തിട്ടില്ല. അത്രേ ഉള്ളൂ. എല്ലാ രീതിയിലും പിടിച്ച് ഒരു പറഞ്ഞല്ലേ റിലേഷൻഷിപ്പിന്റെ പിന്നെ റിലേഷൻഷിപ്പ്, സെക്സ് എഡ്യൂക്കേഷൻ, സെക്സ് ടോക്ക്, പിന്നെ സ്മോക്കിംഗ്, ഷോർട്ട് ഡ്രസ്, ലെസ്ബിയൻ, ലൈക് LGBTQ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടെന്ന് പോലും ഞാൻ പറഞ്ഞപ്പോ അവിടെ കാത് പൊത്തിയിട്ട് ഓടിയ അത്. And after 8 years I'm seeing this concept on TV, girls smoking and people are whoa. I'm like, abbe 10 വർഷം മുമ്പ് ഞാൻ വെച്ചപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു കുഴപ്പം? അല്ല അതാ ഞാൻ പറഞ്ഞത് ഇപ്പോഴും മറ്റേ സ്ട്രീമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പിള്ളേർ ഇരിക്കും. സോ ഞാനൊക്കെ ഒരു സമയത്ത് വി ആർ ഫൈറ്റേഴ്സ്, ഞങ്ങളൊക്കെ സർവൈവിന്റെ ഭാഗമായിട്ട് ഞങ്ങളെയൊക്കെ ആളുകൾ അബ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തു നിന്ന് നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് ഡയറക്റ്റ് അറ്റാക്ക് നേരിട്ടുള്ള ആൾക്കാരാണ്. ഇതുപോലുള്ള സൈബർ മാത്രം അറ്റാക്ക് ആളല്ല ഞാൻ ഇവളൊക്കെ ഡയറക്റ്റ് അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്. ഈ ഡയറക്റ്റ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്ന നമ്മുടെ ഓരോ ലാംഗ്വേജ്, നമ്മുടെ വാക്കുകൾ, റിയാക്ട് ചെയ്യുന്ന സാധനങ്ങൾ മുഴുവനും ഞങ്ങൾ അബ്യൂസ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ന് സ്ട്രീമിംഗ് എന്നും പറഞ്ഞ ഓരോരുത്തർ വന്ന് ഇരിപ്പുണ്ട്. എന്തൊക്കെയാ ഭാഷകൾ, എന്തൊക്കെയാ പറയുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും പറയില്ല ഇത് ഞാൻ സ്റ്റേറ്റ് ചെയ്ത് വെച്ച് കൊടുത്തത് കൊണ്ടിട്ട് അത് വന്നത് എന്നുള്ളത്. അന്ന് സർവൈവിംഗ് ആയിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നത് സർവൈവിങ്ങും ഇന്ന് ചെയ്യുന്നത് ഷോ ആണ്. അന്ന് സർവൈവ് ആണ് ചെയ്യുന്നത്. നിനക്കൊരു സ്മോക്കിംഗ് ചിലപ്പോൾ നിനക്കൊരു പുക എടുത്തേ പറ്റുള്ളൂ. ചിലപ്പോ സമരം ചെയ്താണ് സിഗരറ്റ് മേടിച്ചത്. സമരം ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷെ ഇപ്പൊ ഉള്ളത് പലതും ഞാൻ ഷോർട്സ് ഇട്ടോണ്ട് നടക്കുമായിരുന്നു. ഇന്ന് ഞാനിത് ഷോ കാണിക്കാൻ വേണ്ടിട്ടുള്ള സത്യമായിട്ട് ഞാൻ ഇങ്ങനെ നടക്കാം കേട്ടോ. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 ഇപ്പൊ നമ്മൾ ഫൈനലിലേക്ക് എത്തുന്നു. എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഡാലു എന്താണ്? യെസ്, ഡാലു ആരായിരിക്കും ഈ പ്രാവശ്യത്തെ വിന്നർ? ജസ്റ്റ് ഒന്ന് predict ചെയ്യൂ. ഞാൻ എന്നെ ഹിന്ദി തരൂല. See, for me actually he has to win. Who? പേര് പറയൂ. Win singer. Singer അക്ബർ. Okay. So for me, I think Shawnawaz is gonna be winning. അല്ല ഷോനവാസ് പറഞ്ഞതാണ്. Seriously, but ende winner അക്ബർ again. Okay. Even I feel it's അക്ബർ ആണെന്ന് തോന്നുന്നു. പക്ഷെ ഷാനവാസ് വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. He's my friend. So അതുകൊണ്ട് ഡെഫിനറ്റ്ലി പുള്ളി വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അതെ, അത് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. He's a friend. But Akbar deserves, I feel. 3 പേര് അങ്ങനെ പറയണു. Actually, she deserves it. She deserves it. No doubt about it. എന്നെ സംബന്ധിച്ചിടത്തോളം ആദില വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വർക്ക് ചെയ്യാൻ പറ്റും. നൂറയ്ക്ക് വേണ്ടിട്ട് കുറെ വർക്ക് ചെയ്ത് നിർത്താൻ സാധിക്കും. My thing is, ആദില 3ാമത്തെ അല്ലെ 4ാമത്തെ ആഴ്ച പുറത്തു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നൂറയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് ഷീ ഹാസ് എൻ ആൻസൈറ്റി ഇഷ്യൂ. ദ വേ ഷീ റിയാക്ട്സ്, ബിക്കോസ് സത്യം പറഞ്ഞ ആള് ഫാക്ടറി ടാസ്കുകൾ അഭിനയിച്ചു. ടാസ്കിലൊക്കെ ചെയ്തു, ലൈക് വെനെവർ ദ ടാസ്ക്. പക്ഷെ സത്യം പറഞ്ഞ ഒരു അഭിപ്രായം പറയാൻ വന്ന ഇപ്പോഴാണ് ആള് വാ തുറക്കണത്. ഇനി ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവരെ ഞാൻ പുറത്ത് വിടുന്ന സമയത്ത് ഞാൻ പോയി പാക്കിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എടാ നിങ്ങളെ 2 കണ്ടസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിലും മേ ബി ചിലപ്പോൾ അവർ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളെ 2 ആക്കാം, എന്നിട്ട് ഒരാളെ എവിക്ട് ചെയ്യാം, നിങ്ങൾക്ക് സർവൈവ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഇതിനൊക്കെ വില്ലിംഗ് ആയിട്ടാണോ പോകുന്നത്? ഈ ഗെയിം ഷോ ഇങ്ങനെയാണെന്ന് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു. ഓണസ്റ്റ്ലി പറയാം, പറഞ്ഞിരുന്നു. അപ്പൊ അവർ എന്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ തിങ്കൾ പറഞ്ഞതിനകത്ത് ഒരു കാര്യമുണ്ട്. അവർക്ക് 2 പേർക്കും 2 പേരും ഒരുമിച്ച് ലൈഫ് ജേർണി കൊണ്ടുപോയ ആൾക്കാരാണ്. അവർ 2 പേരും ഒരുമിച്ച് വിളിച്ചത് കൊണ്ട് തന്നെയായിരുന്നു അവർക്ക് പോകാനും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. മേ ബി ചിലപ്പോൾ 2 പേരിൽ ഒരാളെ എന്നുണ്ടായിരുന്നെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കുവാണോ.
ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം ചോദിച്ചോട്ടെ, കംപ്ലീറ്റ് ചെയ്തത്. അതായത് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഈ നൂറയുടെ കേസിൽ സർവൈവിംഗ് ഫാക്ട് ആകുമോ എന്നുള്ളതിനകത്ത് ഞാനും ആലോചിക്കുന്നുണ്ട്. പക്ഷെ നൂറ പുറത്ത് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിലെ നിന്ന് പക്ഷെ അതിനകത്തൊരു വിഷയമുണ്ട്. ആദില നൂറേനെ പറ്റി മാത്രം ആലോചിക്കുന്ന ഒരാളാണ്. എക്സാക്ട്ലി മൈൻഡ് ബ്രേക്ക് ഡൗൺ. അവള് പോയി കഴിഞ്ഞാൽ അവക്കും പറ്റില്ല. ഞാൻ അതന്നെയാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ടു പീപ്പിൾ കമ്മിങ് ടുഗദർ ആസ് എ കപ്പിൾ. ഫോർ മീ മൈ ഹോൾ വേൾഡ് ഇസ് മൈ ഹസ്ബൻഡ്. ആൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഏതാള് വന്നോട്ടെ, എന്തായിക്കൂടെ ഞാൻ ചെയ്തിട്ടേ ഇറങ്ങുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവും. സപ്പോർട്ടിങ്ങിന്റെ സാധനം പറഞ്ഞു നോക്കേ. പക്ഷെ ഞാൻ പറയട്ടെ, ഇല്ല ഞാൻ വേറെ കാര്യം പറയട്ടെ. തുടങ്ങില്ല. സന പറഞ്ഞു ആദില തിരികെ വന്നിരുന്നെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാമായിരുന്നു. എന്ത് വർക്ക് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ആദിലയ്ക്കും ഉള്ള ഒരു സപ്പോർട്ടിങ് ഉണ്ടല്ലോ, ആ സപ്പോർട്ടിങ് അതും കൂടെ നൂറയ്ക്ക് വെച്ച് ഇവിടുത്തെ PR-നെ വെട്ടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ല. നമുക്ക് ആകെ ഉള്ളത് വെളിയിൽ ഇറങ്ങുന്ന സപ്പോർട്ടേഴ്സിന്റെ മാക്സിമം സപ്പോർട്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആദില നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ്. ഷീസ് വെരി വെൽ. ഇവിടെ ഇപ്പൊ ഞാൻ ലിവിങ്സ് ഓഫ് ആദില നൂറ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഓഫ് പിള്ളേരുണ്ട്. കുറച്ച് അല്ല, ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു ഇത് വെച്ചിരിക്കുക ഫ്ലെക്സ്. എല്ലാവരും ഓക്കെ അല്ലേ? പോയി വന്ന പോലെ ഉണ്ട്. തിരിച്ച് മലയാളി ഹൗസിലേക്ക് പോയി. ഇതോടുകൂടി ഒരു കാര്യം തീരുമാനമായി. അപ്പൊ ഇനിയിപ്പോ ലൈഫിൽ ഒരു റിയൽ ഒരു PR കമ്പനി വേണമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചോട്ടെ. ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ എവിടെ കിട്ടും? നമ്മൾ ഈ പരിപാടിയുടെ അകത്ത് നിന്ന ആളുകളായതുകൊണ്ട് നമുക്ക് കുറെ കൂടെ ഫീലിംഗും കൂടെ ഇട്ട് ഇത് മനസ്സിലായി ഇത് കണ്ടാണ് അനലൈസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഹൗ ഡു യുവർ എക്സ്പീരിയൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ഇപ്പോഴത്തെ ഓരോന്നിലും ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ റെലവെന്റ് ആയിട്ട് നിൽക്കുന്നത് ബിഗ് ബോസ് സീസണിൽ എല്ലാവരും ഇപ്പൊ ചർച്ച ചെയ്യുന്ന മാറ്റേഴ്സ് ഒക്കെ നമ്മൾ ഈ ഇതിനകത്തൂടെ പോന്ന് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് പോകുന്നു. അതാണ് ഈ ഒരു കഫേയിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പീരിയൻസും കൂടെ ആൾക്കാരാണല്ലോ പറയുമ്പോ നിങ്ങൾക്ക് അത് ഞങ്ങളെ പോലെ തന്നെ പുറത്ത് നിൽക്കുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ടല്ലോ, അവർക്ക് അതിനെ കുറിച്ച് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. അതെ, ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരിക്കും ബിഗ് ബോസ് കഫേ കൊണ്ട്. ഒരൊറ്റ കാര്യം കൂടെ ചോദിച്ചിട്ട് നമുക്ക് ഇത് മലയാളി ഹൗസ് ആണോ? ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കൊക്കെ എത്രയായിരുന്നു എന്നുള്ളത്. ബിഗ് ബോസിലാണോ ശരിക്കും ഡെയിലി തന്നെയല്ലേ മലയാളി ഹൗസിലും പേയ്മെന്റ് വന്നുകൊണ്ടിരുന്നത്? വീക്ക്ലി ആയിരുന്നു. ഓക്കെ, അപ്പം അല്ല, എനിക്ക് ബിഗ് ബോസിൽ ഫസ്റ്റ് അറിയാം അന്ന് നല്ല വെൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു ഇവർക്ക്, നല്ല പെയ്ഡ് ആയിരുന്നു ഇവരെല്ലാവരും. പക്ഷേ അതുകൊണ്ടായിരിക്കാം അത് മലയാളി ഹൗസിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പല സീനിയർ ആർട്ടിസ്റ്റുകളെയും കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഈ ഇപ്പൊ തിങ്കളുടെ ഇഷ്യൂ ആയിക്കോട്ടെ, റോസിന്റെ ഇഷ്യൂ ആയിക്കോട്ടെ, അവരുടെ ഇഷ്യൂസ് ആയിട്ട് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവൾക്ക് ഉണ്ടായ കേസ് എന്ന് പറയുന്നത് അതൊരു വലിയ കേസ് ആയിരുന്നു ശരിക്കും. സോ ദാറ്റ്സ് വൈ അത് ഭയങ്കര ഡിസ്കഷനിലായി. ഇൻഡസ്ട്രി മുഴുവനും സിനിമകൾക്ക് അപ്പുറത്തേക്ക് മലയാളി ഹൗസ് ചർച്ചയായി. ആ ചർച്ചയിൽ ഫൈനലി ഇത് ബിഗ് ബോസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റിൽ അവരുടെ അടുത്ത് ചോദിച്ചത്, മലയാളി ഹൗസ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ ബിഗ് ബോസ്, അതോ ഞങ്ങൾ കണ്ട ഹിന്ദി ബിഗ് ബോസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഏകദേശം ഹിന്ദി പാറ്റേൺ ആണ്. മലയാളി ഹൗസ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച രീതിയിലല്ല പോയത്, കിട്ടിയ കോണ്ടന്റ് വെച്ചിട്ട് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ ഇതിനകത്ത് കുറച്ച് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എഗ്രിമെന്റിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇത് ചെയ്യില്ല എന്നുള്ളത്. ഇപ്പം അതിനകത്ത് സ്മോക്ക് ചെയ്ത വേറൊരു കണ്ടസ്റ്റന്റ് ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയില്ല. അയാൾ പറഞ്ഞു എന്റേത് സ്മോക്കിംഗ് വെളിയിൽ വിട്ടിട്ടില്ല. നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ അവർ പുറത്താക്കൂല. But if you're gonna speak, ഒരു മാറ്റർ ഡിസ്കസ് അത് അവർ പറഞ്ഞു. അതെ, കോണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യുമെന്നുള്ളത് അവരത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ വലിക്കണമെന്നുള്ള ആളുകൾ പോയി മര്യാദയ്ക്ക് പോയി വലിച്ചിട്ട് വരുമായിരുന്നു. ബിഗ് ബോസ് തന്നെയാണോ? അല്ല, എനിക്കറിയില്ല, ഞാൻ ഡിസ്കസ് ചെയ്തിട്ടില്ല ഇത്. പേയ്മെന്റ് സ്കെയിൽ വാസ് ഡിഫറെന്റ്, ആബ്സല്യൂട്ട്ലി ഡിഫറെന്റ്, ബിക്കോസ് വി വർ ഓൺ എ ട്രയൽ മോഡ് ആൻഡ് I think ബിഗ് ബോസ് ആണല്ലേ
എന്റെ അനിയത്തിക്ക് സീസൺ 1 ഇവർക്ക് നല്ല അതെ, well എനിക്ക് paid നല്ല ആണ് payment ഇവർക്കൊക്കെ. No, see, my ഞാനൊക്കെ sister got ഫസ്റ്റ് almost ഞാൻ my- എന്നൊക്കെ ഫേസ് എന്റെ ഇൻട്രോഡ്യൂസ് ഒരു, ചെയ്യുന്നത് ലെവലിലേക്ക് പേയ്മെന്റ് തന്നെ പറയാൻ by പറ്റത്തില്ല third അന്നത്തെ season. എഗ്രിമെന്റ് ആയതുകൊണ്ട് പക്ഷെ നല്ല പേയ്മെന്റ് ആയിരുന്നു കേട്ടോ. ഐ തിങ്ക് ഓൾമോസ്റ്റ് സെയിം Same ആണോ? സീസൺ By 2 third ഒരു season. സീനിയർ ആർട്ടിസ്റ്റ് വാങ്ങിക്കുന്ന പേയ്മെന്റ് ഒക്കെ ഞാൻ സീസൺ 1 വാങ്ങിച്ചു എന്നോണം പറയാം. Okay. നമ്മുടെ കോഫി അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ പേയ്മെന്റിനെ കുറിച്ച് കോഫി ഷോപ്പ് ചോദിച്ചു അടയ്ക്കണമെന്നാണോ പറയുന്നത്? ഞങ്ങളുടെ പേയ്മെന്റിനെ കുറിച്ച് ചോദിച്ച ആൾക്കാരെ അറിയിപ്പിക്കാനൊക്കെ അല്ല, എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള ഒരു സബ്ജക്ട് ആയത് പേയ്മെന്റ് എത്രയാണ് ബിഗ് ബോസിൽ? ചിലർ 50,000 ഒരു ദിവസം അല്ല, കിട്ടുന്നൊക്കെ ഇപ്പോഴത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. seasonൽ അപ്പൊ ഞാൻ I don't പറയാം. think it's daily. ഞാൻ എനിക്ക് For sure it's ഏകദേശം weekly. എനിക്ക് I'm not ഏകദേശം very ഒരു sure ധാരണയുണ്ട്. about it. സീസൺ Because 1 my മുതൽ sister is അല്ല daily എനിക്ക് കിട്ടുന്നവരുണ്ടായിരുന്നു. സീസൺ 1 മുതൽ 7 വരെ ഉള്ള ഒരു ഇത് വരാം ഡെയിലി പേയ്മെന്റ് പറയുന്നു, വീക്കിലിയാണ് ആ പൈസ വരുന്നത്. കിട്ടുള്ളൂ. അതാണ് Yes. സത്യം. പക്ഷെ നമ്മൾ കൗണ്ട് weekly ചെയ്യുമ്പോൾ അത് ഡെയിലി ടൈപ്പ് അല്ലല്ല തന്നെയായിരിക്കും. ഒരു ദിവസത്തെ പേയ്മെന്റ് വെച്ച് സംസാരിക്കുന്നവരുണ്ട്, ചിലപ്പോ വീക്കിലി വെച്ച് സംസാരിക്കുന്നവരുണ്ട്. എനിക്ക് ഈ സീസണുകളിൽ മുഴുവൻ ഏകദേശം ഒരു കണക്കുണ്ട്. ഭയങ്കര ചീപ്പ് പൈസക്കാണ് കണ്ടസ്റ്റൻസ് പോയി ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഈ പ്രാവശ്യത്തെ അല്ലേ? അതുകൊണ്ടാണ് ക്വാളിറ്റി ഓഫ് പീപ്പിൾസിനെ കിട്ടാത്തത്. അതായത് ഭയങ്കര ചീപ്പായിട്ടുള്ള കാശ് കൊടുക്കുന്നത് കൊണ്ടാണ് ക്വാളിറ്റി, ചിലർക്ക് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ക്വാളിറ്റി. അതെ, കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സീസണിൽ കാശ് കിട്ടാത്തവരുണ്ട്, പൈസ പോലും വാങ്ങിക്കാതെ പോയി പെർഫോം ചെയ്തവരുണ്ട്. ഓ, എനിക്ക് even വന്നാ ഞാൻ മതി. പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോവും. അവരൊക്കെ അല്ല, പൈസ എന്നാ വേണേ വാങ്ങിച്ചിട്ടില്ല. അത്രയ്ക്കും കാശ് പോലും ഇല്ലെങ്കിലും എനിക്ക് എങ്ങനെ അതന്നെ ഞാൻ വൈറലായാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലേ? കുറച്ചുകൂടി ഫെയിം ആവാൻ മതി എന്ന് പറഞ്ഞപ്പോ വേണ്ടി. അതുകൊണ്ടിട്ടാണ് ക്വാളിറ്റി ഓഫ് Quality വരാത്തത്. and നല്ല കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നും പൈസക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരുപാട് senior മനുഷ്യന്മാരുണ്ട്. ആയിട്ടുള്ളവര്. കാശ് കൊടുത്തു നോക്കിയേ, ഓക്കെ, അപ്പൊ അത് നമുക്ക് ദിയ പറയുന്നുണ്ട് അങ്ങനെ കാശ് നല്ല പൈസ. അത് ഈ പറഞ്ഞ എന്റെ മോളുടെ അടുത്ത് മേശനെറ്റിന്റെ അടുത്ത് നിങ്ങളെ കയ്യിൽ കാശുണ്ടോ, നിങ്ങൾ ഷോ പഠിപ്പിച്ച് വിട്ടത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ആൾ പറഞ്ഞായിരുന്നു പേര് പറഞ്ഞില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യും. yes, yes, fine, please. Anyway, thank you. Thank you so Thank you so much. Thank you so much.